ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് കൂടി വരുവാൻ കർത്താവ് കരുണ കാണിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യുഗങ്ങളും അന്തരാളങ്ങളും എന്ന ടോപ്പിക്കിലാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എത്രാമത്തെ അന്തരാളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്? ഒന്ന് നിഷ്പാപയുഗത്തിനും പ്രളയപൂർവ്വകാലത്തിനും ഇടയിൽ വന്ന ഫസ്റ്റ് അന്തരാളം, പിന്നെ പ്രളയപൂർവ്വകാലത്തിനും പ്രളയാനന്തര കാലത്തിനും ഇടയിൽ വന്ന സെക്കൻഡ് അന്തരാളം, പ്രളയാനന്തര കാലത്തിനും ന്യായപ്രമാണത്തിനും ഇടയ്ക്ക് വരുന്ന മൂന്നാമത്തെ അന്തരാളം, ന്യായപ്രമാണത്തിനും സഭായുഗത്തിനും ഇടയിൽ വരുന്ന നാലാമത്തെ അന്തരാളം. സഭായുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന പീഡനകാലത്തിനും സഭ എടുക്കപ്പെടുന്നതിനും ഇടയിൽ വരുന്ന ഇൻ്റർവെൽ അന്തരാളം. അഞ്ചാമത്തെ അന്തരാളമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ടോപ്പിക്കിൽ പോകുവാനിടയായതിൻ്റെ കാരണം ഞാൻ ഇതിനു മുമ്പ് വ്യക്തമാക്കുവാനായിട്ടിടയായി. വാസ്തവത്തിൽ പീഡന കാലയളവ് എങ്ങനെയാണ് ആരംഭിച്ച് തുടർന്ന് പുരോഗമിച്ച് അത് അവസാനിക്കുന്നത് എന്നും കൂടി നമ്മൾ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ആ പീഡനകാലം പൂർത്തീകരിച്ച് ആറാമത്തെ അന്തരാളത്തിലും കൂടി പ്രവേശിക്കണം. അപ്പോൾ ആറാമത്തെ അന്തരാളം എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്നും അതിൻ്റെ പുരോഗമനം എങ്ങനെയാണെന്നും തുടർന്ന് സഹസ്രാബ്ദ യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ പഠനം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ യുഗങ്ങളും അന്തരാളങ്ങളും അല്ലെങ്കിൽ ഏജസ് ആൻഡ് ഇൻ്റർവെൽസ് എന്ന ടോപ്പിക്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൃപ അല്ലെങ്കിൽ സഭായുഗത്തിനും പീഡനകാലത്തിനും ഇടയിൽ വന്ന് ഭവിക്കുന്ന ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ഒരുക്കങ്ങൾ. അത് ഭൂമിയിൽ വെച്ച് എന്തൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടാകും, സ്വർഗത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങളുണ്ടാകും. ഈ രണ്ട് ഒരുക്കങ്ങളും സമാന്തരമായിട്ട് നടക്കും. സമാന്തരമായിട്ട് നമുക്ക് പഠിക്കുവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഭൂമിയിലെ ഒരുക്കങ്ങൾ എന്ന ആ ടോപ്പിക്കിൽ ഒരു 6 ടോപ്പിക്ക് വരുന്നുണ്ട്, സബ് ടോപ്പിക്സ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ആകുന്ന മാർമിക ബാബിലോണാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ദൈവസഭ എടുക്കപ്പെടാതെ ഈ ഒരുക്കങ്ങൾ ആരംഭിക്കുവാൻ അല്ലെങ്കിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല. കാരണം എന്താ? ദൈവസഭ എടുക്കപ്പെട്ടാൽ മാത്രമേ വ്യാജസഭ വെളിപ്പെടൂ. ഇപ്പം ഇത് ഇടകലർന്ന് കിടക്കുക. കാരണം എല്ലാ സഭകളിലും നാമധേയ ക്രൈസ്തവരുണ്ട്, അല്ലേ? എല്ലാ സഭകളിലും ഉണ്ട്, എല്ലാ മതങ്ങളിലും വിശുദ്ധന്മാരുണ്ട്. അപ്പോൾ സത്യവിശ്വാസികൾ കർത്താവിൻ്റെ കാഹളധ്വനിയിൽ എടുക്കപ്പെടാതെ അവരുടെ ഐക്യതയിലേക്ക് വരുവാൻ കഴിയില്ല. ഐക്യതയിലേക്ക് വരുവാൻ ഇപ്പോൾ കഴിയാത്തതിൻ്റെ കാരണം എന്താ? ആ ഐക്യതയെ എതിർക്കുന്ന ഒരു പ്രധാന ശക്തിയാണ് സത്യസഭ. കാരണം അങ്ങനെ ഒരു ഐക്യത സ്വർഗം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ആ ഐക്യത എന്തിനു വേണ്ടിയുള്ളതാണ്? ആ ഐക്യത ഭൂമിയിലെ ഏത് മതവും സംഘടനയും കാണിക്കുന്ന ഐക്യതയാണ്, അല്ലേ? ഐകമത്യം മഹാബലം എന്ന് പണ്ടൊരു പിതാവ് 5 മക്കളെ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് അപ്പൻ 5 പുത്രന്മാരെയും വിളിച്ചു. നിങ്ങൾ ഓരോ കമ്പ് വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഓരോ കമ്പും വെട്ടിക്കൊണ്ട് വന്നിട്ട് 5 പേരും ഓരോന്ന് വെട്ടിക്കൊണ്ട് വന്നു. 5 ഒരുമിച്ച് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ ഒറ്റ കെട്ടാക്കി. എന്നിട്ട് പറഞ്ഞു ഓരോരുത്തർക്കും അത് ഒടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും ഒടിക്കാൻ ശ്രമിച്ചിട്ട് അത് ഒടിഞ്ഞില്ല. ഇനി ആ കെട്ടഴിക്കാൻ പറഞ്ഞു. കെട്ടഴിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ വടി കൊടുത്തു. ഒടിക്കാൻ പറഞ്ഞപ്പോൾ ഒടിഞ്ഞു. എന്നിട്ട് ഈ പിതാവ് മരിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുത്ത ഒരു ഉപദേശമാണ് ഐകമത്യം മഹാബലം. നമ്മൾ ഈ കഥയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഐകമത്യം മഹാബലം എന്നുള്ള ആപ്തവാക്യം ദൈവജനത്തിന് ഭൂഷണമാണോ? നമുക്ക് ഐക്യത വേണമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ആ ഐക്യത ഈ മഹാബലം കാണിക്കാൻ വേണ്ടിയുള്ള ഐക്യതയാണോ? ലോകം ബലം കാണിക്കുവാൻ ഏത് മതവും ഏത് സംഘടനയും ഏത് വർഗവും ഏത് ജാതിയും ഐക്യത പ്രകടിപ്പിക്കുന്നത് ഞങ്ങളുടെ ശക്തി അറിയുക, അല്ലേ? ഇപ്പം നമ്മുടെ ഈ നാളുകളിൽ കേരളത്തിലെ ഒരു പ്രത്യേക സംഘടനയിലുള്ള പ്രധാനികളെല്ലാം കൂടി NIA വന്ന് പിടിച്ചോണ്ടങ്ങ് അറസ്റ്റ് പോയി. അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് അറസ്റ്റാണ്. അത് നടന്നത് വലിയ ഭാഗ്യം. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു ഭീകര അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് തടുത്തത്. കാരണം മറ്റൊന്നുമല്ല, ഈ കൊച്ചു കേരളത്തിൽ
അനേകം വിശുദ്ധന്മാരുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരു 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 എന്താ പറയുക, ഒരു ഭയം തട്ടാതിരിക്കുക, നമ്മുടെ സുരക്ഷിതത്വം, ഹൃദയത്തിൽ നമ്മൾ ആസ്വദിക്കുന്ന ആ സമാധാനത്തിന് ഒരല്പം പോലും ഹാനി വരാതെ സ്വർഗം എത്ര അത്ഭുതകരമായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ പറയും കേന്ദ്ര ഗവൺമെൻറ് അത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് NIA അയച്ചു. പക്ഷേ എത്രയോ രാജ്യങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ഈ അറസ്റ്റുകളൊക്കെ നടന്നതിന് ശേഷവും തമിഴ്നാട്ടിൽ ഒരു കാറ് ബോംബ് സ്ഫോടനം ഉണ്ടായി. ആ കാറിലുണ്ടായിരുന്നവൻ തന്നെ ചത്തുള്ളൂ, വേറെ ആരും ചത്തില്ല. പക്ഷെ അത് ഇടിച്ച് ഒരു ഒരു ക്ഷേത്രത്തിലേക്ക് ഇടിച്ച് കയറ്റാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അയൽ സംസ്ഥാനത്തൊരു സ്ഫോടനം ഉണ്ടായി. അത് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും എന്നാലും അത് സ്ഫോടനത്തിലേക്ക് വരുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വന്നത്, ഈ കൊച്ചു കേരളത്തിൽ ഉള്ള കർത്താവിൻ്റെ മക്കളുടെ ആ സുരക്ഷിതത്വം, ആ സമാധാനത്തെ അല്പം പോലും കെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അല്ലേ? നമുക്ക് ആ കാര്യത്തിൽ എത്രമാത്രം ജാഗ്രതയുണ്ട്. ആ ജാഗ്രത നമ്മുടെ ഹൃദയത്തിൽ പുലർത്തി ദൈവത്തോട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമുള്ളവരല്ല. കാരണം ഇവർ അങ്ങനെ ഐകമത്യപ്പെട്ടാണ് ഇവർ നീങ്ങിയത്. അവരുടെ ഒരു ജാഥയൊക്കെ അടുത്ത ആൾ കോഴിക്കോട് നടന്നത് വാസ്തവത്തിൽ കേന്ദ്രം അല്ലെങ്കിൽ ഹോൾ ഇന്ത്യയിൽ വിറപ്പിച്ച് കളഞ്ഞു. കാരണം അത്രയും ജനലക്ഷങ്ങൾ അവിടെ കൂടിയത്. ഞാൻ പറയുന്നത്, ഇതിൻ്റെയൊക്കെ പിറകിൽ ഐകമത്യ മഹാബലം. ഞങ്ങൾ കൂടിയാൽ ഉണ്ട്, ഞങ്ങളുടെ ഈ വൻ ശക്തിയെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല. അത് ലോകത്തിലെ ഏത് സംഘടനയും ഏത് മതവും ഏത് വംശവും ഏത് ജാതിയും ഇതിലുമുള്ള ഒരു ആപ്തവാക്യം. അത് ലോകത്തിൻ്റെ ട്രെൻഡാണ്, അല്ലെങ്കിൽ ലോക വ്യവസ്ഥയിൽപ്പെട്ടതാണ് ഐകമത്യ മഹാബലം. എന്നാൽ ആ തിയറി അല്ലെങ്കിൽ ആ കാര്യം ദൈവജനത്തിന് ഭൂഷണമാണോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളും പറഞ്ഞു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മുടെ പവർ മസിൽ പവറിലാകരുത്, ആൾക്കാരെ കൂട്ടിയ സംഘടിത ശക്തിയിലും ആകരുത്, പണത്തിൻ്റെ ശക്തിയിലും ആകരുത്. ഇതൊക്കെ ബലം, മനുഷ്യൻ ലോകപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബലം നൽകുന്ന പല കാര്യങ്ങളുമാണ്. എന്നാൽ ദൈവജനത്തിന് അത് ഭൂഷണമല്ല. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാം അല്ലേ? ഒറ്റയ്ക്ക് നിന്ന് ഒരു യുദ്ധം, ഒരു അനുഗ്രഹിക്കപ്പെട്ടവൻ ഇസ്രയേലിൻ്റെ ഒരു യുദ്ധം ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു. അതാരാന്നറിയാമോ? ശൗലിൻ്റെ മകനായ യോനാഥാൻ അല്ലേ? യോനാഥാൻ ഒറ്റയ്ക്കാണ് ആ യുദ്ധം തുടങ്ങിയതും ജയിച്ചതും ഒക്കെ. ശൗലപ്പുറത്ത് ആൾക്കാരെ എണ്ണയും യാഗം അർപ്പിച്ചൊക്കെ അവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ യോനാഥാൻ പോയി യുദ്ധം ജയിച്ചു വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ യോനാഥാൻ പറയുന്നൊരു കാര്യമുണ്ട്, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ യഹോവയ്ക്ക്, കർത്താവിന് അതൊരു വിഷയമല്ലല്ലോ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആയുധവാഹനെയും വിളിച്ചുകൊണ്ട് പോവുക. ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്ക് നിന്നാലും ഒരു ദൈവ പൈതലിന് കൂടെ ദൈവം ഉണ്ടെങ്കിൽ അതാണ് ബലം. വലിയത് ഹോൾ ബ്രദറുകാരെല്ലാവരും ഒരുമിച്ച് കൂടി, ദൈവം കൂടിയില്ലെങ്കിൽ കാര്യമുണ്ടോ? ദൈവം ഇല്ലെങ്കിൽ ഒരു ബലമില്ല. അപ്പം നമ്മൾ വാസ്തവത്തിൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം ഈ ഐക്യത എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവജനത്തിൻ്റെ മധ്യ ഐക്യത വേണ്ടെന്നാണോ? ഐക്യത വേണം. പക്ഷേ ഇന്ന് മിക്കവാറും നമ്മുടെ ഇടയിലെ ഐക്യത പാപം മൂടാനല്ലേ സൂക്ഷിക്കുന്നത് അല്ലേ? നമ്മുടെ ഇടയിലുള്ള പാപത്തെ മൂടാനല്ലേ നമ്മുടെ ഇടയിലുള്ള സകല ഐക്യതയുടെയും ഒരു ഭാഗം അതാ അല്ലേ? ശരിയായിട്ടും വാസ്തവത്തിൽ നമ്മുടെ ഇടയിലുള്ള ആ ഐക്യത ദൈവം പ്രസാദിക്കുന്ന ഐക്യതയാണോ എന്ന് വാസ്തവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതായ ആവശ്യമാണ്. അപ്പോൾ ഐകമത്യം മഹാബലം എന്നുള്ള ലോകത്തിൻ്റെ ആ തിയറി അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആ വ്യവസ്ഥ ദൈവസഭയ്ക്ക് ഭൂഷണമല്ല, ദൈവജനത്തിന് ഭൂഷണമല്ല. നമുക്ക് ഭൂഷണമായിട്ടിരിക്കുക എൻ്റെ കർത്താവ് എൻ്റെ ഒപ്പമുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. കർത്താവ് കൂടെയില്ലെങ്കിൽ എത്ര വലിയ ജനലക്ഷങ്ങളായതുകൊണ്ടും ഒരു പ്രയോജനവും ഇല്ല, അത് വെറും തോൽവിയിലേക്ക് പോവുകയുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമാധാനം കെട്ടുപോകാതെ സൂക്ഷിക്കുവാനായിട്ട് സ്വർഗം എത്രമാത്രം ജാഗ്രത കാണിച്ചു ഈ കേരളത്തിലുള്ള ദൈവജനത്തോട്. ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മുടെ സഭയായിട്ട് കൂടി വരുമ്പോഴും കുടുംബമായിട്ട് കൂടുമ്പോഴും കർത്താവ് നമ്മോടൊപ്പം ഉണ്ടോ? കർത്താവിന് നമ്മുടെ കൂടെ സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈസ് യുവർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ദൈവം പ്രസാദിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബലം. ദൈവം പ്രസാദിക്കുന്നില്ല എങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടതുകൊണ്ടും അത് ബലമല്ല, അത് ക്ഷയമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ മാർമിക ബാബിലോൺ എന്താണ് ആ ഒരുക്കം? പീഡനകാലത്തിന് മുമ്പുള്ള ഭൂമിയിലെ ഒരുക്കങ്ങളിൽ മാർമിക ബാബിലോൺ തെളിഞ്ഞു വരുന്നത് എപ്പോഴാണ്? സത്യസഭ എടുക്കപ്പെടുമ്പോഴാണ്. സത്യസഭ എടുക്കപ്പെടുന്നത് വരെ മാർമിക ബാബിലോൺ അല്ലെങ്കിൽ ഈ വ്യവസ്ഥ തെളിഞ്ഞു വരികയില്ല, അവർ ഐക്യതയിലേക്ക് വരികയില്ല. അപ്പോൾ ദൈവജനം സത്യസഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ സകല നാമധേയ അഖില ലോക ക്രൈസ്തവ സഭ എന്ന നിലയിൽ ഒരു ഒരു സംഘടന, അത് ഒരു സംഘമായിട്ട് മാറും. അതിൻ്റെ ലീഡറായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും വലിയ സഭ ഏതാണ്? ജനപ്പെരുപ്പത്തിൽ ഏറ്റവും വലുതാണല്ലോ ഏറ്റവും വലിയ സഭ. അത് ആ സഭയുടെ മേലധ്യക്ഷനായ പാപ്പാധിപത്യത്തിലേക്ക് ഈ സകല ക്രൈസ്തവരും ഒരുമിച്ച് ചേരും. കാരണം എല്ലാവരും വിടപ്പെട്ടു, എടുക്കപ്പെട്ടവർ പോയി, ഇനി ബാക്കിയുള്ളവർ വിടപ്പെട്ടവരാ. പിന്നെ അവർക്ക് ഇനി നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അവർ ഐക്യമാകുക എന്നുള്ളതാണ്, ഒന്നിച്ചാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ എക്യുമെനിക്കൽ മൂവ്മെൻറ്റ് ശക്തി ആർജിക്കുന്നത് ദൈവസഭ എടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. അങ്ങനെ ദൈവസഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇത് ശക്തി ആർജിക്കുകയും ഇതൊരു വൻ ശക്തിയായിട്ട് ലോകത്ത് മാറുകയും ചെയ്യുമ്പോൾ ആവിർഭവിക്കുവാൻ പോകുന്ന മൃഗം അല്ലെങ്കിൽ ആവിർഭവിക്കുവാൻ പോകുന്ന ലോക നേതാവിന് ഈ വൻ ശക്തിയുടെ അല്ലെങ്കിൽ ഈ മാർമിക ബാബിലോണിൻ്റെ പിന്തുണ കാര്യമായിട്ട് വേണ്ടി വരും. അവളുടെ ആനുകൂല്യമില്ലാതെ അവന് ഭരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ സ്ത്രീയുടെ ഇരിപ്പ് സംബന്ധിച്ച 3 ഇരിപ്പിടങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന്, പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ. രണ്ടാമത് നമ്മൾ കണ്ടത് മൃഗത്തിന്മേലിരിക്കുന്നു. ഏത്? 10 കൊമ്പും 7 തലയും 10 കൊമ്പുമുള്ള ആ ഘോര മൃഗത്തിൻ്റെ മേളിലാണ് അവൾ ഇരിക്കുന്നത്. ആ മൃഗം കാണിക്കുന്നത് ആ ലോക നേതാവിനെയാണ്, ആ വേൾഡ് ചാൻസലറിനെ കാണിക്കുന്നത്. അവൻ്റെ മേൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ആ മൃഗത്തിൻ്റെ മേളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാന ശക്തിയായിട്ട് ഈ മാർമിക ബാബിലോൺ മാറും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുവാൻ ശ്രദ്ധിക്കുവാനായിട്ടിടയായി. മൂന്നാമത് അവൾ ഇരിക്കുന്നത് 7 മലകളുടെ പട്ടണം, ദ സിറ്റി ഓഫ് 7 ഹിൽസ് അല്ലെങ്കിൽ 7 മൗണ്ടൻസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം തെളിഞ്ഞു വരുന്ന റോം ദ പുരാതന കാലം തൊട്ടേ അറിയപ്പെടുന്ന റോം സിറ്റി അല്ലെങ്കിൽ റോമാ നഗരം എന്ന് പറഞ്ഞാൽ 7 മലകളാൽ അത് ചുറ്റപ്പെട്ടതും 7 മലകളിൽ പണിയപ്പെട്ട നഗരമാണ് റോമ നഗരം. അപ്പോൾ റോമാ നഗരത്തെ പണ്ടുകാലം മുതലേ അറിയപ്പെടുന്നത് എ സിറ്റി വിത്ത് 7 ഹിൽസ് എന്ന് പറഞ്ഞാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം തെളിയുന്നത് ഇറ്റലി അല്ലെങ്കിൽ റോം സിറ്റി ഓഫ് റോം ആണ് തെളിയാൻ പോകുന്നത്. നമ്മളത് ഞാൻ കഴിഞ്ഞ ദിവസം അടിച്ചു നോക്കാൻ അത് തന്നെ ആദ്യം തെളിയുന്നത്. പിന്നെ വേറെ സിറ്റീസൊക്കെ പിന്നീട് പൊങ്ങി വന്നത് സൗദിയിൽ ഏതോ സിറ്റി അങ്ങനെ 7 മലയാൽ ചുറ്റപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ ഒരു വേറെ ഈ മാർമിക ബാബിലോൺ മുസ്ലിം സമൂഹമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി 7 മലകളാൽ ചുറ്റപ്പെട്ട വേറെ പട്ടണങ്ങളുണ്ട് എന്ന് പറഞ്ഞൊക്കെ ഒരു വ്യാഖ്യാനമൊക്കെ വരുന്നുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ വലിയ താല്പര്യം ഞാൻ കാണിച്ചില്ല. കാരണം ഈ പ്രവചനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ റോമൻ സിറ്റി ഉണ്ട്, റോമാ നഗരമുണ്ട്. ആ റോമാ നഗരം ആ കാലഘട്ടത്തിൽ വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് പ്രവചനം എഴുതുമ്പോൾ ഉള്ള പട്ടണമാണ് റോമാ പട്ടണം. ഈ പറയുന്ന മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ സൗദിയിലുള്ള പട്ടണങ്ങളൊക്കെ പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉയർന്നു വന്ന പട്ടണങ്ങളാണ്. ഞാൻ പറയുവാനായിട്ടിടയായതിൻ്റെ കാരണം എന്തിലേക്കാണ് തിരുവെടുത്ത് വിരൽ ചൂണ്ടുന്നത്? മാർമിക ബാബിലോൺ എന്ന ആ വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ അത് വിരൽ ചൂണ്ടുന്ന ഓരോ പോയിന്റും ഓരോ അടയാളങ്ങളും ദൈവാത്മാവ് നൽകുന്ന ഓരോ വ്യാഖ്യാനങ്ങളിലും നമ്മൾ കൃത്യമായിട്ടും തിരിച്ചറിയേണ്ടത് ഏത് വ്യവസ്ഥയാണെന്നുള്ളതാണ്. ആ വ്യവസ്ഥ അത് ക്ലിയറാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 3 ഇരിപ്പിടങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഒരു വ്യവസ്ഥയെ കാണിക്കുന്നത്. ആ പെരുവെള്ളം എന്നുള്ളത് ഭാഷകളും വംശങ്ങളും ജാതികളും പുരുഷാരങ്ങളും ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ വ്യവസ്ഥ, അത് റോമൻ അല്ലെങ്കിൽ റോമാ മതം, പാപ്പാ മതം എന്നാണ് എസെക്കിയേൽ സാർ ഉപയോഗിച്ചത്. പാപ്പാ മതം, പോപ്പിനെ പാപ്പ എന്നല്ല, പാപ്പാ മതം എന്നാണ് എസെക്കിയേൽ സാറ് തൻ്റെ പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാപ്പാ മതത്തിന് കീഴിലേക്ക് സകല ക്രൈസ്തവരും, വിടപ്പെട്ടു പോകുന്ന സകല ക്രൈസ്തവരും ആ എക്യുമെനിക്കൽ മൂവ്മെൻറ്റ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന കാലഘട്ടമാണ് സഭ എടുക്കപ്പെടുമ്പോൾ. സഭ എടുക്കപ്പെടുന്നതോടുകൂടി ഈ മാർമിക ബാബിലോൺ തെളിഞ്ഞു വരികയും അവർ ലോകത്തിൽ ഒരു വൻ ശക്തിയായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചു,
ഈ പാപ്പ മതത്തിൻ്റെ സമ്പന്നത, അവരുടെ സാമ്പത്തിക നില, അത് ലോകത്തിലെ ആർക്കും ഗണിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ ധനം, സമ്പത്ത് അത്ര വലുതാ. ലോകത്ത് കണ്ണായ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് പള്ളികളും മന്ദിരങ്ങളും ഏക്കർ കണക്കിന് സ്ഥലങ്ങളും, പട്ടണങ്ങളുടെ നമ്മുടെ കേരളത്തിൽ തന്നെ മിക്ക പട്ടണങ്ങളുടെ മധ്യത്തിലുള്ള കണ്ണായ സ്ഥലങ്ങൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വിലമതിക്കുവാൻ കഴിയാതെ വണ്ണം അത്രമാത്രം വിലപ്പെട്ട സ്ഥലങ്ങളാണ് ഇവരുടെ പള്ളികളും മന്ദിരങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അതോടൊപ്പം സ്കൂളുകൾ, കോളേജുകൾ എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യവസ്ഥ ലോകത്തെ പരന്ന് കിടക്കുന്നു, എല്ലാ രാജ്യങ്ങളിലും കിടക്കുന്നു. മാത്രമല്ല ലോകത്ത് യൂറോപ്പ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഒക്കെ കംപ്ലീറ്റ്ലി അവരുടെ ഭരണം നിയന്ത്രിക്കുന്നത് ഇവരുടെ വോട്ടിലാണ്. കാരണം ഇവിടെയൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിലാണല്ലോ പ്രസിഡൻസും പ്രൈം മിനിസ്റ്റേഴ്സും വരുന്നത്. അപ്പോൾ ആ ജനാധിപത്യ വ്യവസ്ഥയിൽ പാപ്പ പറയുകയാണ്, റോമൻ ഇവരുടെ പോപ്പ് പറയുക എന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ആ വോട്ട് അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ആ വൻ ശക്തിയുടെ ബലം, ഇനി ഇവർ മാത്രമുള്ള രാജ്യങ്ങളിൽ അവരിൽ തന്നെ സ്പ്ലിറ്റ് വരുന്നതുകൊണ്ടാണ് പലരും മത്സരത്തിൽ കയറി ഇറങ്ങിയൊക്കെ വരുന്നത്. എന്നാൽ ഇവരൊരു വൻ ശക്തിയായിട്ട് മാറിക്കഴിയുമ്പോൾ ലോകത്തെ ഈ ശക്തിയെ വെല്ലുന്ന വേറൊരു ശക്തിയില്ല, ലോകശക്തി. അത്രയും ജനസംഖ്യ അവർക്കുണ്ട്. അതുകൊണ്ട് പാപ്പാ മതത്തിന് കീഴിൽ വരുന്ന ഈ പാപ്പാ മതമാകുന്ന മാർമിക ബാബിലോണിന്റെ ശക്തി അത് വലുതാണ്. അതിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ആവിർഭവിക്കുന്ന മൃഗം അല്ലെങ്കിൽ ആ വേൾഡ് ചാൻസലർ ഇവളെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഇവളുടെ ആനുകൂല്യത്തിലാണ് ആദ്യത്തെ പീഡനകാലത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഭരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഭരിക്കുവാൻ ഇവളുടെ ആനുകൂല്യം വേണ്ടതായിട്ട് വരും. അതില്ലാതെ അവൾക്ക് ഈ മൃഗത്തിനെ ഭരിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും പരന്നു കിടക്കുന്ന ഈ വ്യവസ്ഥ ഈ മൃഗത്തെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ ആ ഭരണം സുഖമായില്ല. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഹാഫിൽ അവളുടെ ഇരിപ്പിടം മൃഗത്തിന്മേലാണെന്ന് പറഞ്ഞാൽ മൃഗത്തെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു വൻ ശക്തിയായിട്ട് മാർമിക ബാബിലോൺ തീരും. അപ്പോൾ അന്തരാളത്തിലെ ഒരുക്കത്തിൽ, ഭൂമിയിലെ ഒരുക്കത്തിൽ മാർമിക ബാബിലോൺ തെളിഞ്ഞു വരികയും ആ തെളിഞ്ഞു വരുന്ന മാർമിക ബാബിലോൺ വൻ ശക്തിയാണെന്ന് ലോകത്ത് വ്യക്തമാക്കപ്പെടുകയും ചെയ്യും. ഇനി അത് പാപ്പാധിപത്യം അല്ലെങ്കിൽ പാപ്പാ മതമാണ് എന്നുള്ളതിൻ്റെ വേറെ മൂന്നാമതാണ് 7 മലകളിൽ ഇരിക്കുന്നത്. അത് റോമൻ സിറ്റി ആണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഈ 17-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. അപ്പോൾ നഗരത്തെ വ്യക്തമാക്കുക. അപ്പം നമ്മളത് ആ ലാസ്റ്റ് 17-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിച്ചിട്ട് 18-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പം മഹദിയാം ബാബിലോൺ അല്ലെങ്കിൽ ബാബിലോൺ പട്ടണമാണെന്ന് ആർക്കും സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് വിചാരിച്ചു പോരുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ കണ്ടിന്യൂഷൻ വരുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഈ 17-ന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മഹാനഗരം റോമാ നഗരത്തെയാണ് കാണിക്കുന്നത്. ഇനി ഈ റോമാ നഗരത്തെ നശിപ്പിക്കുന്നത് ദൈവം ഡയറക്റ്റ്ലി അല്ല. അതിനെ നശിപ്പിക്കുന്നത് ആരാ? ഈ മൃഗവും 10 രാജാക്കന്മാരും ചേർന്നാണ് നശിപ്പിക്കുന്നത്. അത് എപ്പോഴാണ് അതിൻ്റെ നാശം സംഭവിക്കുന്നത്? പീഡനകാലത്തിൻ്റെ മധ്യത്തിൽ. കാരണം പീഡനകാലത്തിൻ്റെ മധ്യേ ഈ മൃഗം പൈശാചിക രൂപം കൈവരിക്കും. പിശാചായിട്ട് മാറും. അധർമ്മം വ്യാപരിക്കുന്നുണ്ട്, മർമ്മം വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം അത് മൂർത്തിഭാവം ഭാവി എന്നാൽ അത് അധർമ്മം മൂർത്തീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് ശരീരത്തിൽ വെളിപ്പെടുന്ന രംഗമാണ് പീഡനകാലത്തിൻ്റെ മധ്യേ. പിന്നെ പിശാചിനെ നിയന്ത്രിക്കുവാൻ ലോകത്തിൽ ഏതെങ്കിലും ശക്തി തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അവനാണ് ഏറ്റവും വലിയ ദുഷ്ടൻ. അപ്പം അവൻ്റെ കീഴിലേ എല്ലാവർക്കും നിൽക്കാൻ പറ്റൂ. മൃഗത്തെ കഴിഞ്ഞ 3.5 വർഷം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഈ മാർമിക ബാബിലോൺ പിന്നെയും അവളുടെ നിയന്ത്രണം, അവളുടെ സ്വാധീനം അവൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ മൃഗവും 10 രാജാക്കന്മാരും ചേർന്ന് അവളെ നശിപ്പിക്കും, അവളെ ദഹിപ്പിക്കും, അവളുടെ മാംസം തിന്നും എന്നൊക്കെ പറഞ്ഞാൽ ഈ മാർമിക ബാബിലോണിന് അതൊരു വ്യവസ്ഥയാണ്. അവളുടെ മാംസം തിന്നു പറഞ്ഞാൽ അവളുടെ സകല ധനവും സമ്പത്തും ആൻറ്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തുവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കണ്ടുകിട്ടും. കംപ്ലീറ്റ് ധനം അതിലേക്ക് മാറും. പിന്നെ അവരുടെ എല്ലാ പള്ളികളിലും ആരുടെ ബിംബം കൊണ്ടുവന്ന് വയ്ക്കും? ഇവൻ്റെ ബിംബം, മൃഗത്തിൻ്റെ ബിംബം കൊണ്ട് സ്ഥാപിക്കും. അപ്പോൾ കത്തോലിക്ക പള്ളികളിൽ മുഴുവനും എന്താകും? ഈ മൃഗത്തിൻ്റെ ബിംബം സ്ഥാപിച്ച് ഇനി
ഈ പ്രതിമയെ ആരാധിച്ചാൽ മതി, അവനെ നമസ്കരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് കൊണ്ടുവരികയും അവരത് അംഗീകരിക്കുവാൻ നിർബന്ധിതരാവുകയും ചെയ്യും. കാരണം റോമ നഗരം നശിപ്പിച്ച് കളയും, തീ കൊണ്ട് ദഹിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ 18-ാം അധ്യായത്തിലെ മഹദിയാം ബാബിലോൺ ആകുന്ന ബാബിലോൺ പട്ടണം അത് കൊമേഴ്ഷ്യൽ ബാബിലോൺ സിറ്റിയാണ്. അതിൻ്റെ നാശം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ തിന്നാനൊന്നുമില്ല, കംപ്ലീറ്റ് ദഹിച്ചു പോകും, തിന്നാൻ ആർക്കും ഒന്നും കിട്ടില്ല. പിന്നെ അതിൻ്റെ ന്യായവിധി ദൈവം ഡയറക്റ്റ്ലി ചെയ്യുന്നതാണെന്ന് ക്ലിയർ ആകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണെന്നുള്ളത് വ്യക്തത നമ്മൾ 18-ാം അധ്യായം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കും. അതിലേക്ക് വരുന്നതിന് 17-ാം അധ്യായത്തിൽ നമുക്ക് ഈ സ്ത്രീ മഹാവേശിയാകുന്ന മാർമിക ബാബിലോൺ ആകുന്ന മഹാവേശിയെ തിരുവഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന ചില സത്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവളുടെ 3 ഇരിപ്പിടങ്ങളാണ് ശ്രദ്ധിച്ചത്. ഇനി അവളെക്കുറിച്ചുള്ള വർണ്ണന നമുക്ക് നോക്കാം. അവളെക്കുറിച്ചുള്ള വർണ്ണന 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു, അല്ലേ? 17-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു. ഇനി 2-ാം വാക്യത്തിൽ തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി. 4-ാം വാക്യത്തിൽ അവൾ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ചതാണ് കാണുന്നത്. ഇനി 4-ാം വാക്യത്തിൽ തന്നെ പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി കാണപ്പെടുന്നു. 4-ാം വാക്യത്തിൽ തന്നെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. 6-ാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നു. ഈ വർണ്ണനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ വ്യവസ്ഥിതി ഏതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ദൈവാത്മാവ് നമ്മെ വിരൽ ചൂണ്ടും, ക്ലിയർ ആയിട്ട് ബോധ്യപ്പെടും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു. ക്രിസ്തീയ സഭ അവളുടെ ആത്മമണവാളനായ കർത്താവിനോടാണ് കടംപെട്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ തിരുവഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം എന്ന് തിരുവഴുത്ത് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. യാക്കോബിന് യാതൊരു ഒരു ദേവദാസൻ പറഞ്ഞ ഡിപ്ലോമസി ലേശം പോലും ഇല്ലാത്തതാണ് യാക്കോബ്, അല്ലേ? നമ്മളൊക്കെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറുമ്പോൾ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ് എന്നൊക്കെ പറയുന്നത്, ഇവിടെ യാക്കോബ് എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? വ്യഭിചാരിണികളായുള്ളവരെ അങ്ങനെ ആരെങ്കിലും സംബോധന ചെയ്താൽ ആ ആളെ പ്രസംഗിക്കാൻ പിന്നെ അനുവദിക്കുമോ? പക്ഷേ യാക്കോബിൻ്റെ യാതൊരു ഡിപ്ലോമസി ഇല്ലാത്ത വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർ അങ്ങനെയാണ്, ഡിപ്ലോമസി ഇല്ല. കാരണം അത് വ്യക്തമാക്കണം. കർത്താവിനും ഡിപ്ലോമസി ഇല്ല, തീർത്ത് കാര്യം പറയാ, അല്ലേ? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെന്ന് ഊടുപാട് പറഞ്ഞപ്പോൾ കുറച്ച് ശാസ്ത്രിമാർ പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ഇത് ഇങ്ങനെ പറയുന്നത് ഞങ്ങളെ അങ്ങ് അപമാനിക്കുക, ഇനി പറയല്ലെന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത വാക്യം വീണ്ടും തുടങ്ങാം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും. ഒരു ദാക്ഷിണ്യവും കർത്താവിനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മ. അവിടെ ഡിപ്ലോമസിക്ക് യാതൊരു വകുപ്പുമില്ല. അപ്പോൾ ഇവിടെ ക്രിസ്തീയ സഭ അവളുടെ ആത്മനാഥനായ കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായിരിക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ വസ്തുത. എന്നാൽ 4-ാം നൂറ്റാണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? ആ വിശുദ്ധ സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ അപ്പോസ്തോലിക ഉപദേശം മുറുകെ പിടിച്ച് മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്ന അനേക സ്ഥലം സഭകൾ ആ കാലഘട്ടത്തിൽ യൂറോപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആ സഭകളിലെ വിശുദ്ധന്മാരെ കൊന്നുമുടിച്ചു ഈ റോമ മതം, അന്ന് റോമ സഭയായിട്ടില്ല, റോമ മതം കൊന്നുമുടിച്ച് അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കും തോറും ഒന്നിനെ കൊല്ലുമ്പോൾ 10,000 കർത്താവിനെ അറിയുന്ന വിശ്വാസത്തിലേക്ക് വന്നത്. അക്കാലത്ത് സുവിശേഷത്തിൻ്റെ മഹത്വം അതിൻ്റെ ധന്യതയിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക കാലഘട്ടവും എന്ന് പറഞ്ഞാൽ എഫെസോസ്, നമ്മൾ തിരുവഴുത്ത് വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായത്തിൽ വായിക്കുന്ന പോലെ എഫെസോസ് കാലഘട്ടം, സഭയുടെ എഫെസോസ് കാലഘട്ടവും സ്മുർന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അനവധി എന്താ പറയുക, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ശക്തമായിട്ട് നടക്കുകയും സുവിശേഷത്താൽ അനേക വിശുദ്ധന്മാർ വിശ്വാസത്തിലേക്ക് വരികയും അനേക വിശുദ്ധന്മാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് മൂലം 10,000 കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കഴിയുകയില്ലെന്ന് റോമാ മതത്തിന് ബോധ്യമായപ്പോൾ, ആ ബോധ്യമാകുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വന്നപ്പോഴാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 313
റോമ AD 313 313, അത് നാലാം നൂറ്റാണ്ടിലാണ് 313 വരുന്നത്. അപ്പം 4-ാം നൂറ്റാണ്ടിൽ അധികാരത്തിൽ വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ക്രൈസ്തവ സഭ ക്രൈസ്തവ സഭയെ മലിനപ്പെടുത്തുവാൻ, അങ്ങോട്ട് തള്ളി വീഴിക്കുവാൻ, അല്ലേ, നമ്മളെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുവാൻ ശ്രമിച്ചിട്ട് ഒരാൾ വീഴുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പരിപാടി എന്താ? മുമ്പോട്ടൊരൊറ്റ തള്ളു. അവൻ മുമ്പോട്ട് പോകാം, പിടിച്ചു വലിച്ചിട്ട് നിൽക്കുന്നില്ല, പിന്നെ അവനെ വീഴിക്കാൻ തന്നെ മാർഗം, മുമ്പോട്ട് നല്ല ശക്തമായിട്ട് തള്ളു കൊടുത്താൽ വീഴും എന്ന് പറയുന്നത് പോലെ ക്രൈസ്തവ സഭയെ മലിനപ്പെടുത്തുവാനായിട്ട് ഈ ദുഷ്ടൻ മറ്റൊരു വഴി തേടുകയാണ്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ പ്രഖ്യാപിക്കുകയാണ് ക്രൈസ്തവ റിലീജിയനിലേക്ക് റോമൻ സാമ്രാജ്യം അതിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് ക്രിസ്ത്യൻ റിലീജിയനെ അംഗീകരിക്കുക. അങ്ങനെയാണല്ലോ റോമ മതം, ക്രൈസ്തവ മതം അല്ലെങ്കിൽ റോമൻ കാതോലിക്കസം എന്ന് പറഞ്ഞാൽ സാർവലൗകികമായിട്ട് ആ മതം വരുന്നത്. അപ്പോൾ റോമൻ കാത്തലിക്കിസം എന്നുള്ള പ്രയോഗത്തിൻ്റെ കാരണം എന്താ? റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ അത് ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ എന്ത് പറ്റി? ഈ ദൈവസഭ, ക്രൈസ്തവ സഭയും ക്രൈസ്തവ മതവും തമ്മിൽ ഇടകലർന്നു പോയി. അന്നത്തെ മൂപ്പന്മാരായിട്ടുള്ള അനേക സ്ഥലസഭയിലെ മൂപ്പന്മാരെയൊക്കെ വലിയ വലിയ ഹൈ ഓഫീസ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യാനായിട്ട് വലിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് സാലറി കൊടുത്ത് അംഗീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് ദൈവത്തിൻ്റെ ആനുകൂല്യമാണെന്നാണ് അവർ വിചാരിച്ചു പോകുന്നത്. അങ്ങനെ സഭ മലിനപ്പെടുവാനായിട്ടിടയായി. എങ്കിലും ക്രൈസ്തവ സഭ അല്ലെങ്കിൽ വിശുദ്ധ ജനത്തിൻ്റെ ആ ലിങ്ക് നഷ്ടപ്പെടാതെ കർത്താവ് സൂക്ഷിക്കുന്നുണ്ട്, ആ ലിങ്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിൽ ലോകത്തിൽ നോക്കുമ്പോൾ റോമൻ കാത്തലിക് സഭയാണ് ക്രൈസ്തവ സഭ എന്ന നിലയിൽ അറിയപ്പെടുവാനായിട്ടിടയായിത്തീർന്നത്. അങ്ങനെ അറിയപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് മലിനപ്പെട്ടു. അവിടെയാണ് ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു. തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ ഒക്കെ മത്തരാക്കി എന്ന് പറഞ്ഞാൽ ഈ റോമ മതം അല്ലെങ്കിൽ റോമൻ കാത്തലിക്കിസം അത് റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ റോമ മതത്തിലുണ്ടായിരുന്ന സകല ദുരാചാരങ്ങളും റോമൻ കാത്തലിക്സിലേക്ക് വന്നു. ആ ദുരാചാരങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുക, അതൊരു മാറ്റമില്ല. റോമ മതത്തിലുണ്ടായിരുന്ന എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളും ഇവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ പ്രത്യേകമായ പ്രാർത്ഥനകളും പ്രത്യേകമായ നോയമ്പുകളും പ്രത്യേകമായ പള്ളിപ്പെരുന്നാളുകളൊക്കെ വിവിധ പള്ളികളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഞാനതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ യേശു കർത്താവാകുന്ന മണവാളനോട് മാത്രം വിധേയപ്പെട്ട് അവനെ മാത്രം ആഗ്രഹിക്കേണ്ടുന്ന മണവാട്ടിയാകുന്ന ദൈവസഭ ലോകത്തോട് ഇടകലർന്നു. ലോകവുമായിട്ടുള്ള വേഴ്ചയിലേക്ക് പോകുവാൻ ഇത് മുഖാന്തരമായി. അപ്പൊ ഭൂരാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തെന്ന് പറയുന്നത് എന്താ? അന്ന് റോമൻ ചക്രവർത്തിയായിട്ട് അത് ചെയ്തുവെങ്കിലും പിൽക്കാലത്ത് റോമ സാമ്രാജ്യം അസ്തമിച്ചിട്ട് ആ റോമ സാമ്രാജ്യത്തിലുണ്ടായ എല്ലാ പ്രവിശ്യകളും പല രാജ്യങ്ങളായിട്ട് തിരിഞ്ഞു. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അതതിൻ്റെ രാജാക്കന്മാർ വന്നു. ഈ റോമ മതത്തിൻ്റെ വേരുകൾ എല്ലാ രാജ്യങ്ങളിലേക്കും ഇറക്കിയതിന് ശേഷമാണ് ഇത് ശിഥിലമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ റോമ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ബിംബത്തിൻ്റെ അരയും താഴോട്ട് 2 തുടകളും ഇരുമ്പ് കൊണ്ടാണ്. ആ ഇരുമ്പ് മുട്ട് തൊട്ട് താഴോട്ട് കാലിലേക്കും വിരൽ വരെയും ഇരുമ്പുണ്ടോ? ഇരുമ്പുണ്ട്. കളിമണ്ണും ഇരുമ്പും കലർന്നാ പോകുന്നതെങ്കിലും ഇരുമ്പിൻ്റെ അംശം കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ അംശം ലാസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്യുക. അപ്പം റോമ മതത്തിൻ്റെ ആ വേരുകൾ പിന്നീട് വന്ന എല്ലാ രാജ്യങ്ങളിലേക്കും ആഴ്ന്നിറങ്ങിയത് ഏത് വഴിക്കാം? റോമൻ കത്തോലിക്ക അല്ലെങ്കിൽ പാപ്പ മതം വഴിയാണ് കംപ്ലീറ്റ് ലോകത്തിലേക്കും ഈ റോമ മതത്തിൻ്റെ ദുരാചാരങ്ങൾ ഇറങ്ങി വ്യാപിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അപ്പോൾ ക്രൈസ്തവ സഭ അവളുടെ കാന്തനായ കർത്താവിനോടുള്ള അനുരാഗം വിട്ട ഒരു കാലഘട്ടം അത് വിട്ടു. പിന്നീട് അതിൽ നിന്ന് വിശുദ്ധന്മാർ തിരിയുവാനായിട്ടിടയായി. ആ ക്രൈസ്തവ സഭ രഹസ്യമായിട്ട് മുൻപോട്ട് പോയി. അണ്ടർഗ്രൗണ്ട് സഭകളായിട്ട് പിന്നെ കുറേ നാൾ കണ്ടിന്യൂ ചെയ്തു.
പിന്നെ 18-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ എഴുന്നേൽക്കുമ്പോഴാണ് ആ വിശ്വാസത്താൽ നീതീകരണം. എത്രയോ നൂറ്റാണ്ടുകൾ ക്രൈസ്തവ സഭ ഏതാണെന്നും ക്രൈസ്തവ മതം ഏതാണെന്നും തിരിച്ചറിയുവാൻ കഴിയാതെ ലോകത്ത് അത് ഇടകലർന്നു നിന്നു. എന്നാൽ സത്യം തിരിച്ചറിയുവാൻ ആഗ്രഹിച്ച ഏത് കാലഘട്ടത്തിലെയും വിശുദ്ധന്മാർക്ക് ദൈവം തൻ്റെ വചനത്താൽ ആ കാര്യം വ്യക്തമാക്കിക്കൊണ്ടും ഇരുന്നു. അപ്പം ലിങ്ക് ദൈവം നഷ്ടപ്പെടുത്തിയിട്ടില്ല, ലിങ്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിൽ ലോകത്തിൽ ഉയർന്നു നിന്നത് ഈ പാപ്പാ മതമാണ്. അതുകൊണ്ട് ക്രൈസ്തവ സഭയും ക്രൈസ്തവ ലോകവും തമ്മിൽ ഇടകലർന്നു പോയി. ഇത് രണ്ടും മിക്സ്ഡ് ആയിട്ട് പോയി. ഒരു മിക്സ്ഡ് ജനറേഷനായിട്ട് പോകുന്ന ഒരു കുറേ നൂറ്റാണ്ടുകൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഭൂരാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അവളുടെ ആ ദുഷിച്ച ഉപദേശം, ആ ദുരാചാരങ്ങൾ ഈ ക്രൈസ്തവ സഭയിലേക്ക് അടിച്ചേൽപ്പിച്ച് അത് ഭൂരാജാക്കന്മാരിലേക്ക് വന്നു. മാത്രമല്ല ഭൂവാസികളെ മുഴുവനും മത്തരാക്കി. ഇല്ലേ? ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ സുവിശേഷം അറിയിച്ച് ആളെ ആ കൂട്ടത്തിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആരെയും വിടുവിക്കണമെങ്കിൽ കർത്താവിനെ കഴിയൂ. നമ്മൾ വിടുവിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം വരുന്നത്. അപ്പോൾ ദൈവാത്മാവ് നാം പറയുന്ന സുവിശേഷത്തോടൊപ്പം പ്രവർത്തിച്ച് ആ ആളെ ആ കെട്ടിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ കഴിയൂ. അപ്പോൾ ഈ ഇത് ദുരാചാരങ്ങളാണ്, ഇത് മിഥ്യയാണ്, ഇത് ദുഷ്ടതയാണ്, ഇത് വ്യഭിചാരമാണ്, അല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല, ഇത് സത്യമല്ല എന്ന് ആ വ്യക്തി തിരിച്ചറിയുവാൻ വളരെ പ്രയാസമാണ്. കാരണം അങ്ങനെയാണ് ഈ വേശ്യാവൃത്തിയുടെ മദ്യം വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മുഴുവനും അവൾ മത്തരാക്കി. ഇനി 17:4 വായിക്കുന്ന, അവൾ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ചു. ഓക്കെ, സ്ത്രീയുടെ വസ്ത്രങ്ങളുടെ നിറം അവൾ ആരാണെന്ന് ഗ്രഹിക്കുവാൻ സഹായിക്കുന്നു. പാപ്പാ മതത്തിൻ്റെ കൊടി അടയാളം, അല്ലേ? പാപ്പാ മതത്തിൻ്റെ കൊടി അടയാളം ധൂമ്രവർണ്ണവും കടുംചുവപ്പും. ധൂമ്രം എന്ന് പറഞ്ഞാൽ ചുവപ്പ്. അപ്പോൾ ധൂമ്രവർണ്ണവും കടുംചുവപ്പുമാണ് അവരുടെ കൊടി അടയാളം. ഇനി പാപ്പായെ പ്രതിഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ വാഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധരിക്കുവാനായിട്ട് പാപ്പാക്ക് കൊടുക്കുന്ന വിശേഷ വസ്ത്രങ്ങളുടെ വിശേഷ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ സാധനങ്ങളിൽ 5 കടുംചുവപ്പാണ്. മുത്തുകൾ കൊണ്ട് മൂടപ്പെട്ട ഒരു വസ്ത്രവും സ്വർണവും വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കൃതമായ മുടിയും പാപ്പ ധരിക്കുന്നുണ്ട്. അവ ഇവിടുത്തെ വർണ്ണനയോട് യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വർണ്ണനയോട് പാപ്പായെ വാഴിക്കുന്ന, ഒരു പോപ്പിനെ വാഴിക്കുന്ന പ്രത്യേകമായ ചടങ്ങ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ധൂമ്രവർണ്ണവും കടുംചുവപ്പും വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇനി 17:4 തന്നെ നമ്മൾ വേറൊന്ന് വായിക്കുന്നുണ്ട്. പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി അവളെ കാണപ്പെട്ടു. അപ്പോൾ മാത്രമല്ല ഈ 17:4 വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. നോക്കിക്കേ, പാനപാത്രം സ്വർണ്ണ പാനപാത്രമാണ്. അപ്പം പുറമേ നിന്ന് നോക്കിയാൽ നല്ല പൊന്ന, അല്ലേ? പക്ഷെ ആ പാനപാത്രത്തിൻ്റെ ഉള്ളിൽ എന്താ നിറച്ചിരിക്കുന്നത്? മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം. അപ്പം മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞതാ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വിശുദ്ധ കൽപ്പനകളെ അവരശുദ്ധമാക്കി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുവാനായിട്ടിടയായി, മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ. ഇനി കർത്താവ് പറയാം, ഞാനാണ് വഴി എന്ന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? യേശു കർത്താവാണ് വഴിയെങ്കിലും പിന്നെന്താ? മറ്റു പുണ്യാളന്മാരും വേണം, കന്യകമറിയയും വേണം. ആ ദുരുപദേശം, അവരുടെ ഇടയിലുള്ള ഉപദേശത്തിലെ തെറ്റെന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് സത്യം മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് കാണുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലെ വിശുദ്ധ കൽപ്പനകൾ, ദൈവവചനത്തിലെ വിശുദ്ധ ഉപദേശത്തിൻ്റെ വിശുദ്ധി, അത് മുഴുവനും കളഞ്ഞു കുളിക്കുക. ഈ പാപ്പാ മതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി, അല്ലേ, വിഗ്രഹത്തെ തന്നെയല്ലേ പള്ളിയുടെ നടുവിൽ, അല്ലേ, പള്ളിയുടെ നടുവിൽ ആ ക്രൂശ് നമ്മളെ നോക്കിക്കേ. ഇവരുടെ ആ കാലുകഴുകൽ ശുശ്രൂഷയും പിന്നെ
പെസഹ വ്യാഴാഴ്ചയുള്ള പരിപാടിയും ദുഃഖവെള്ളിയാഴ്ചയുള്ള പരിപാടിയും ഈസ്റ്റർ ഞായറാഴ്ചയുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ലജ്ജാകരമല്ലേ. ഒരാളെ ക്രൂശിക്കുന്നതായിട്ട് കാണിക്കുന്നു, പിന്നെ അത് ചുമന്ന് ഞങ്ങളൊരു ദിവസം തിരുവല്ലയിൽ നിന്ന് വീട്ടിലേക്ക് ഇവിടെ വാളകത്തിന് യാത്ര ചെയ്ത് വരുമ്പോൾ അതൊരു ഈസ്റ്റർ ദിവസമാണ്. അപ്പോൾ ഈസ്റ്റർ ദിവസം ഒരു പള്ളിയിൽ നിന്ന് ഒരു ശവപ്പെട്ടി 2 പുരോഹിതന്മാർ ചുമന്നുകൊണ്ട് വരിക. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ആരും മരിച്ച ഒരാളെ കൊണ്ട് പോകുമ്പോൾ ഇത്ര ആളൊന്നും ഇല്ലല്ലോ, ഇവർ ചിരിച്ചോണ്ടാ ഈ ശവപ്പെട്ടി ചുമന്നത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ പിന്നെ ഞങ്ങൾ തിരിഞ്ഞു അത് ഈസ്റ്റർ ഞായറാഴ്ച, അതിൻ്റെ ഉയർപ്പ് ആ പെട്ടി കാലിയാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തോ ആണ് ആ പെട്ടി ചുമന്നുകൊണ്ട് വരിക. ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ പിന്നെയും അതിൻ്റെ മ്ലേച്ഛത വർദ്ധിക്കുന്നത് കണ്ടോ. യേശു കർത്താവിൻ്റെ ഉയർപ്പ്, പിന്നെ പെട്ടിക്കകത്തുനിന്ന് ആ യേശുവിനെ എടുത്ത് പൊക്കി, പിന്നെ അത് എല്ലാവരെയും കാണിച്ച് അതിനെ കൊണ്ടുപോയി പിന്നെ അവിടെ കൊണ്ട് സ്ഥാപിച്ചില്ലേ. എല്ലാ പള്ളികളിലും അത് ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെയാണോ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ ആഘോഷിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ആസ്വദിക്കുകയും ചെയ്യേണ്ടത്? എന്തോ ഒരു ദുഃഖകരമാണ്. നമ്മളിവർ ചെയ്തു കൂട്ടുന്ന എല്ലാം ശ്രദ്ധിച്ചാൽ തിരുവെഴുത്തിന് നേരെ വിരുദ്ധമായിട്ടാണ്, എതിരായിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ മ്ലേച്ഛതയും അശുദ്ധിയുമാണ് സ്വർണ്ണ പാനപാത്രത്തിൽ അവൾ നിറച്ചു വെച്ചിരിക്കുന്നത്. മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം. പക്ഷേ പുറമേ നോക്കുമ്പോൾ പൊന്നാ അല്ലേ. സ്വർണം കാണുമ്പോൾ ആരാ? ഞങ്ങളുടെ പാപ്പ. അത് പത്രോസിൻ്റെ സിംഹാസനത്തിലായി ഇരിക്കുന്നത്. പത്രോസിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ പത്രോസാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പോപ്പ്. പണ്ട് VP ജേക്കബ് സാറ് തിരുവനന്തപുരത്തുണ്ടായിരുന്ന VP ജേക്കബ് നല്ലൊരു ഉപദേഷ്ടാവായിരുന്നു. എൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ ഞാൻ പലതും അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട് പണ്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ താനിങ്ങനെ ഈ റോമ ബസിലിക്ക കാണാൻ പോയ ഒരു കൂട്ടം ടൂറിസ്റ്റുകളെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ടൂറിസ്റ്റുകൾ ചെല്ലുമ്പോൾ റോമ ബസിലിക്കയുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു കവാടമുണ്ട്. അപ്പോൾ ആ കവാടത്തിന് മേളിൽ ഒരു തലയോട്ടി വെച്ചിട്ടുണ്ട്, തലയോട്ടി. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ആ ബസിലിക്ക കഴിഞ്ഞ് ആ ടൂറിസ്റ്റ് എല്ലാം ഇറങ്ങി അതിൻ്റെ പുറകിൽ വേറൊരു വാതിൽ ഇറങ്ങുമ്പോൾ ആ കവാടത്തിൽ ഒരു തലയോട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ടൂറിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഗൈഡുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ചോദിച്ചു ഇത് ആരുടെ തലയോട്ടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പോപ്പാകുന്ന പത്രോസിൻ്റെ തലയോട്ടിയാണ്, പത്രോസ് ശ്ലീഹായുടെ തലയോട്ടിയാണ്. അപ്പോൾ എല്ലാവരും ടൂറിസ്റ്റുകളൊക്കെ അവിടെ നിന്ന് അവിടെ മുട്ടുകുത്തി വലിയ ഭക്തിയോടുകൂടിയൊക്കെ നിൽക്കുകയും വലിയ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവരെല്ലാം കണ്ട് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് അപ്പോൾ ആ കവാടത്തിൽ ഒരു തലയോട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഗൈഡിനോട് അപ്പോൾ ഈ തലയോട്ടി ഏതാ? അപ്പോൾ ഇതും പത്രോസിൻ്റെ തലയോട്ടിയാണ് എന്ന് ഗൈഡ് പറയുക. അപ്പം നമ്മൾ ആദ്യം ഒരു തലയോട്ടി കണ്ടല്ലോ. അപ്പോൾ ഈ ഗൈഡ് പറയാം അത് പത്രോസ് രക്തസാക്ഷി ആകുന്നതിന് മുമ്പുള്ള തലയോട്ടിയാണ് ആദ്യം കണ്ടത്. പത്രോസ് രക്തസാക്ഷി ആയതിനു ശേഷമുള്ള തലയോട്ടിയാണ് ഈ പുറകിലുള്ളത്. ഇത് ജേക്കബ് സാർ ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ ബോധം. അന്നേരം അവരും അവിടെ എന്ത് ചെയ്തു? ഓക്കെ, രക്തസാക്ഷി ആയതിനു ശേഷമുള്ള തലയോട്ടിയാണെങ്കിൽ അവിടെയും കുമ്പിട്ട് നമസ്കരിച്ച് അങ്ങനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു പോയി ഈ ടൂറിസ്റ്റ്. അപ്പോൾ യാതൊരു ബോധവുമില്ല. ഗൈഡ് എന്നാ പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ മ്ലേച്ഛത. എന്ത് പറഞ്ഞാലും ഇതാ എല്ലാ മതങ്ങളുടെയും പ്രത്യേകത അത് തന്നെ. എന്നാൽ ഞാൻ പറയുന്നത് എന്താ പറയുന്ന ഒരു ഹ്യൂമൻ ഒരു കറക്റ്റ് ലോജിക്ക് വെച്ചാലാണ് രക്തസാക്ഷി ആകുന്നതിന് മുമ്പ് ഒരു തലയോട്ടിയും രക്തസാക്ഷി ആകുന്നതിന് ശേഷം ഒരു തലയോട്ടിയോ, അങ്ങനെ 2 തലയോട്ടിയും മനുഷ്യനുണ്ടോ? ഇതൊന്നും യാതൊരു ബോധമില്ല. ഇത് പറയുന്നത് കേൾക്കുന്നു, ഉടനെ മുട്ടുമടക്കുന്നു, അവിടെ കുമ്പിട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു. അപ്പോൾ VP ജേക്കബ് സാർ അത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആൾക്കാരുടെ ബോധം എന്ത് പറഞ്ഞാലും അത് അതുപോലെ കേട്ട് യാതൊരു സംശയവുമില്ലാതെ അവരത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമസ്കരിക്കുകയാണ്, ആരാധിക്കുക. ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ മതം അല്ലെങ്കിൽ പാപ്പ മതത്തിന് കീഴിലുള്ളവർ എന്താണ് വാസ്തവത്തിൽ ചെയ്തു കൂട്ടുന്നത്? ഇത് ദൈവവചനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് സത്യവുമായിട്ട് എവിടെയെങ്കിലും ചേരാതെ വരുന്നുണ്ടോ? ഇവർ ചെയ്യുന്നതുമായിട്ട് എന്തെങ്കിലും സത്യത്തിന് ബന്ധമുണ്ടോ എന്ന് യാതൊരു പരിശോധനയുമില്ലാതെ കേവലം അന്ധമായി മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു
മതമാണ് പാപ്പാ മതം. ചിന്തിക്കുവാൻ അല്പമെങ്കിലും ബോധമുള്ളവൻ ആ ബൈബിൾ എടുത്ത് വായിക്കുമല്ലേ. ബൈബിൾ എടുത്ത് വായിച്ച ചില കത്തോലിക്കര് നമ്മളോട് തന്നെ ഈ 10 കൽപ്പനകൾ, മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളിൽ ഒരു കൽപ്പന ഏതാ? ഒരു വിഗ്രഹവും ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കൽപ്പന അല്ലേ, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നീ ആരാധിക്കാവൂ. രണ്ടാമത്തെ കൽപ്പന എന്താ? ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് തീർത്ത് പറഞ്ഞിരിക്കുക. എന്നാൽ കത്തോലിക്കരുടെ എന്താ പറയുക, കത്തോലിക്കരുടെ അവരുടെ ആ ഉപദേശം എഴുതിയ ആ പ്രത്യേക പുസ്തകമാണല്ലോ വായിക്കാൻ അനുവാദമുള്ളൂ. ബൈബിൾ എടുത്ത് വായിക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. എന്നാൽ ബൈബിള് അവരുടെ കയ്യിലിരിക്കുന്ന POC ബൈബിൾ എടുത്ത് വായിച്ചാൽ അതിലും തിരുത്തുണ്ടോ എനിക്കറിയില്ല, അവർ തിരുത്തി വെച്ചിട്ടുണ്ടോ. എനിഹാവും അപ്പോൾ അവർ ആ രണ്ടാമത്തെ കൽപ്പന എടുത്ത് മാറ്റിയിട്ട് 10ാമത്തെ കൽപ്പനയാകുന്ന മോഹിക്കരുതെന്നുള്ള കൽപ്പന 2ആക്കി. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുവക മോഹിക്കരുത് 2 കൽപ്പനയാക്കി. അങ്ങനെ അത് 10 കൽപ്പനയാക്കി വെച്ചിരിക്കുക. എന്നാൽ വാസ്തവത്തിൽ 2ാമത്തെ കൽപ്പന എടുത്തു കളഞ്ഞു. കാരണം എന്താ? 2ാമത്തെ കൽപ്പന വായിച്ചാൽ ഏതൊരുവരും ചോദ്യം ഉയർത്താം ഇല്ലേ. അവരുടെ പള്ളിയിൽ മുഴുവനും വിഗ്രഹങ്ങളാണ്, വിഗ്രഹം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സത്യത്തിന് വിരുദ്ധമായിട്ട് നീങ്ങുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ആ ദുഷ്ടശക്തി, അവരുടെ മേലുള്ള ആ ദുഷ്ടശക്തിയുടെ ബലം അല്ലെങ്കിൽ ദുഷ്ടശക്തിയുടെ വ്യാപാരം എത്ര ഭയങ്കരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കാരണം അത്രമാത്രം പൈസ, അത്രമാത്രം ധനമാണ് ഈ കത്തോലിക്ക പാപ്പാ മതത്തിനുള്ളത്. അപ്പോൾ ആ സ്വർണത്തിൻ്റെതായ അല്ലെങ്കിൽ ആ പ്രൗഢി മുഴുവനും നമുക്കൊരു പാപ്പായെ വാഴിക്കുന്നതോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ അതിന് ചടങ്ങ്, ഇപ്പം ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാമല്ലോ. ഈ ചടങ്ങുകളൊക്കെ ശ്രദ്ധിച്ചാൽ അത്രമാത്രം എന്താ പറയുക, പൊന്നിൻ്റെ അല്ലെങ്കിൽ ആ ധനത്തിൻ്റെ അവരുടെ പ്രൗഢിയുടെ മാഹാത്മ്യം അത് വിളിച്ചറിയിക്കുന്ന പരിപാടി അതല്ല. അപ്പോൾ ആ പ്രൗഢി കാണുമ്പോൾ ഇതാ ശരി, ഏറ്റവും കൂടുതൽ ജനമുള്ളത് ഇതിലാണ്, അപ്പോൾ ഇതാ ശരി, ആ ശരി അങ്ങനെ ശരിയാണെന്ന് ലോകം വിചാരിക്കുന്നു. നമുക്കറിയാം യോശുവ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നിട്ട് പറയാം, നിങ്ങൾ ആരെ സേവിക്കുന്നു നിങ്ങൾ തീരുമാനിച്ചോ. അപ്പോൾ അവിടെ നമ്മൾ യോശുവ പറയുമ്പോൾ ഡിക്ലറേഷൻ, ഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു എന്നുള്ളത് യോശുവയ്ക്ക് വിഷയമല്ല. നിങ്ങൾ ആരെ സേവിച്ചാലും വേണ്ടില്ല, എൻ്റെ കുടുംബത്തിൻ്റെയും തീരുമാനം ഇതാ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ചിലരുടെ ആരെ സേവിക്കാൻ ഉദ്ദേശിക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് തീരുമാനിക്കട്ടെ, എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. ലാസ്റ്റ് എന്തിനാ പറയുന്നത്? എവിടെയോ കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാനും ആ കൂട്ടത്തിലാണ്. അങ്ങനെ പറയുകയല്ല യോശുവ ചെയ്തത്. നിങ്ങൾ ആരെ സേവിച്ചാലും വേണ്ടില്ല, എൻ്റെ തീരുമാനം എന്താ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ലോകത്തിൽ ഭൂരിപക്ഷം എവിടെ കാണുന്നു നോക്കിയല്ല നമ്മുടെ തീരുമാനം എടുക്കേണ്ടത്. നമ്മുടെ തീരുമാനം നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിലും അവനോടുള്ള പ്രേമത്തിൽ നിന്നും ആയിരിക്കണം നമ്മുടെ തീരുമാനം. അപ്പോൾ ഈ പാപ്പാ മതത്തിൻ്റെ ഭയങ്കരത, ആ സ്വർണ്ണ പാനപാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന മ്ലേച്ഛതയും അശുദ്ധിയും നമ്മൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അതുപോലെ പാപമോചന ചീട്ട് ഇല്ലേ, എനിക്ക് തന്നെ 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഇറങ്ങിയ പാപമോചന ചീട്ട്, പാപ്പാ മതം ഇറക്കിയതാണ് പാപമോചന ചീട്ട്. ഞാൻ ഇന്നാളൊരു ദിവസം ഒന്ന് സൂചിപ്പിക്കുവാനായിട്ടിടയായി. പറ്റുമെങ്കിൽ മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞൊരു പുസ്തകം പെന്തക്കോസ്ത് സഭ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ മെയിൻ ആളാണ് KE എബ്രഹാം. നമ്മുടെ KV സൈമൺ സാറിൻ്റെ ശിഷ്യനായിരുന്നു KE എബ്രഹാം. 5 ശിഷ്യന്മാരിൽ ഒരാൾ KE എബ്രഹാം ആയിരുന്നു. KE എബ്രഹാം പിന്നെ പെന്തക്കോസ്റ്റൽ വിഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ആ KE എബ്രഹാം സൈമൺ സാറിൻ്റെ ശിഷ്യനാണെന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചില വാക്കുകൾ, സൈമൺ സാറിൻ്റെ വാക്കുകൾ താൻ എടുത്തു പോയി. സൈമൺ സാറ് പൗലോസിനല്ല പൗലിന എഴുതി പോകുന്നത്. സൈമൺ സാർ തൻ്റെ പുസ്തകത്തിൽ പൗലോസിനെ പൗലിന, അതുപോലെ തന്നെ KE എബ്രഹാം സാറും പൗലിന ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആ സൈമൺ സാറിൻ്റെ ആ ശിഷ്യത്വത്തിൻ്റെ ചില ലാഞ്ചന നമ്മൾ ആ പുസ്തകത്തിൽ വായിക്കാം. അപ്പോൾ ഈ KE എബ്രഹാം സാർ എഴുതിയ മഹദിയാം ബാബിലോൺ എന്നൊരു പുസ്തകം ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ വായിക്കാൻ നല്ലതാണ്. വായിക്കുമ്പോൾ ആ പുസ്തകം മഹദിയാം ബാബിലോൺ എന്ന പുസ്തകം KE എബ്രഹാം സാറ് ഇതിന് 10-60 വർഷം മുമ്പാണ് താൻ ഇറക്കിയപ്പോൾ കത്തോലിക്ക സഭ പുള്ളിയെ കൊന്നു കളയുവാൻ സകല ശ്രമവും നടത്തി. ആ കാര്യം കേരളത്തിലെ കത്തോലിക്ക സഭ, കത്തോലിക്കർ അത്രമാത്രം വൈരാഗ്യത്തോടുകൂടിയാണ് KE എബ്രഹാം സാറിനെ കണ്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തറിയാം, ആ മഹദിയാം ബാബിലോൺ എന്ന പുസ്തകം വ്യക്തമായിട്ട് ഇത് കത്തോലിക്ക സഭയാണെന്ന് താൻ തെളിയിക്കുന്നുണ്ട്. അത് ഈ മ്ലേച്ഛതയും അശുദ്ധിയും കൃത്യമായിട്ട് പുള്ളി പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്.
അതിലൊന്നായി പാപമോചന ചീട്ട്, റെമിഷൻ ഓഫ് സിൻ. പാപമോചനം ദൈവം സാധിപ്പിച്ചത് എങ്ങനെയാണ് വാസ്തവത്തിൽ? റെമിഷൻ ഓഫ് സിൻ, അതിന് മഹത്വം എത്രയോ വലിയ അല്ലേ? കാൽവറി ക്രൂസിലെ രക്തത്താൽ ദൈവം നമ്മുടെ പാപമോചനം, അല്ലെ, നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനം. അവിടെയാണ് പ്രായശ്ചിത്തയാഗം, കർത്താവിൻ്റെ പ്രായശ്ചിത്തയാഗം. അവിടെയാണ് സ്വർഗം പ്രസാദിച്ചത്. എത്രയോ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തം കഴിഞ്ഞ നാളുകളിൽ ഒഴുകുവാനായിട്ടിടയാ. പക്ഷേ അവിടെ ഒന്നും പൂർണ്ണത വരുന്നില്ല. പൂർണ്ണത വരുന്നത് യേശു കർത്താവ്, അല്ലേ, ദൈവത്തിൻ്റെ ദൈവത്തെ സാറ്റിസ്ഫൈ ചെയ്ത, ദൈവത്തെ തൃപ്തിപ്പെടുത്തിയ, ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തിയ ഏക യാഗമേ ലോക ചരിത്രത്തിലുള്ളൂ. അത് കാൽവറിയിലെ യാഗപീഠത്തിൽ ചൊരിയപ്പെട്ട പുണ്യാഹരക്തമാണ്. ആ പുണ്യാഹരക്തമാണ് നമ്മളുടെ പാപമോചനത്തിന് കാരണമായി തീർന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണം കാൽവറിയിലെ ക്രൂശിൽ നിറവേറ്റപ്പെട്ടപ്പോൾ അവിടെ ഒഴുക്കപ്പെട്ട പുണ്യാരക്തത്താൽ വാസ്തവത്തിൽ നമ്മുടെ വിമോചനത്തിൻ്റെ കാഹളമാണ് കാൽവറി ക്രൂശിൽ മുഴങ്ങിയത്. ആ വിമോചനത്തിൻ്റെ കാഹളമാണ് കാലാകാലങ്ങളിലായി നമ്മളൊക്കെ കേൾക്കുവാനിടയായി, നമ്മുടെ കാതിൽ വന്നടിച്ചു, നമ്മുടെ ഹൃദയത്തെ അത് ഉണർത്തി, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ, പാപമോചനം ആസ്വദിക്കുവാൻ കൃപ ലഭിച്ചു. ഇതാണ് അതിൻ്റെ വസ്തുതയായിരിക്കെ ഇവർ എന്ത് ചെയ്തു? ഈ പാപ്പമതം പാപമോചന ചീട്ടടിച്ചിറക്കി. എന്തിനു വേണ്ടി അറിയാം? അവരുടെ വെത്തിക്കാനിലെ ബസിലിക്ക വലുതാക്കാനോ അതിൻ്റെ പുനരുദ്ധാരണ പരിപാടിക്കായിട്ട് പണം കണ്ടെത്തുന്ന വഴിയായിട്ട് അതിനെ തിരഞ്ഞെടുത്തു. 16-17 നൂറ്റാണ്ടിലുള്ള പാപ്പാമാർ ചെയ്ത ഒരു ഏറ്റവും ദുഷ്ടതയേറിയ ഒരു പ്രയോഗമായിരുന്നു പാപമോചന ചീട്ട്. അതെങ്ങനെ തന്നെ ആ പാപമോചന ചീട്ടിൻ്റെ പാപത്തിൻ്റെ ക്രമവും മോചന ചീട്ടിൻ്റെ ദ്രവ്യത്തിൻ്റെ എമൗണ്ട് സഹിതം കെ എബ്രഹാം സാർ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പാപ്പന്മാരെയൊക്കെ കണ്ടാൽ ജോൺ പോൾ രണ്ടാമൻ തൊട്ടുള്ള ഇങ്ങോട്ടുള്ളവരെയാണ് നമുക്ക് അധികവും അറിയാവുന്നത്. അപ്പോൾ അവരൊക്കെ എത്ര സൗമ്യരും എത്രയോ എന്താ പറയുന്നത്, എത്ര ലാളിത്യമൊക്കെ അവരുടെ മുഖത്ത് കാണിക്കുകയും ചെയ്യുന്നതിന്. പക്ഷേ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ദുഷ്ടന്മാരായ പാപ്പന്മാർ, ഏറ്റവും മ്ലേച്ഛതയും അശുദ്ധിയും വ്യഭിചാരവും ചെയ്ത പാപ്പന്മാരുടെ എണ്ണം എത്രയോ അനവധി കിടക്കുന്നുണ്ട്. അതിലൊരു ദുഷ്ടതയാണ് ഈ പാപമോചന ചീട്ട്. അപ്പോൾ വ്യഭിചാരം ചെയ്താൽ 100 രൂപയുടെ ചീട്ട് മേടിച്ചാൽ അവൻ്റെ വ്യഭിചാര പാപം ആ ചീട്ട് മേടിക്കുന്നവരോട് മോചിക്കപ്പെടുമെന്ന്. എന്തോ ഒരു ദുഃഖകരമായ മ്ലേച്ഛതയാണ് ഈ പാപ്പ മതം പുറത്തോട്ട് കൊണ്ടുവന്നത്. കൊലപാതകം ചെയ്താൽ 150 രൂപയുടെ ചീട്ട് മേടിച്ചാൽ മതി, അപ്പോൾ അവൻ്റെ കൊലപാതകത്തിൻ്റെ ആ പാപം മോചിക്കപ്പെടുമെന്ന്. എങ്ങനെ തിരുവെഴുത്തുമായിട്ട് ലേശവും ബന്ധപ്പെടുത്തുവാൻ കഴിയാത്ത ആ സത്യത്തിൽ നിന്ന് ഏറ്റവും ദുഃഖകരമായ നിലയിലാണ് ഈ പാപ്പാമതം മ്ലേച്ഛതയും അശുദ്ധിയും അവരുടെ സ്വർണ്ണ പാനപാത്രത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭയങ്കരത്വം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ സ്വർണ്ണമാണ് കാണുന്നത്, പക്ഷെ അതിൻ്റെ അകത്ത് മുഴുവനും മ്ലേച്ഛതയും അശുദ്ധിയുമാണ്. എത്രയോ കുഞ്ഞുങ്ങളെ ഇവർ ദഹിപ്പിക്കുന്നുണ്ടെന്നറിയാം. കന്യാസ്ത്രീകളായിട്ട് ഉള്ള എത്രയോ പേർ വഴിതെറ്റി കഴിയുമ്പോൾ അവർ ഗർഭിണികളായി അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ദഹിപ്പിക്കുക, യാഗമർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ യെരമ്യാ പ്രവചനത്തിൽ കാണുന്നില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മൊലേക്കിന് ദഹനയാഗം കഴിപ്പിച്ചു. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആ താമ്രം കൊണ്ടുണ്ടാക്കിയ ആ ദേവൻ്റെ കയ്യിലേക്ക് എരിഞ്ഞ് റെഡ് ഹോട്ടായിട്ടിരിക്കുന്ന ദേവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ, അതുപോലെയുള്ള ബലികൾ അവിടെ നിന്ന് വിട്ടുപോകുന്ന സത്യം തിരിച്ചറിഞ്ഞ ചില പുരോഹിതന്മാരിൽ നിന്നൊക്കെ വരുവാനിടയായ ചില സത്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം അതുപോലെയാണ് അതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്ന ആ റിയൽ മ്ലേച്ഛതയും അശുദ്ധിയും ഇന്ന് വരെ പുറം ലോകം അതിൻ്റെ ഉള്ള യാഥാർത്ഥ്യത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇത് കാണാൻ പോവുക, ദൈവം അത് വെളിപ്പെടുത്തും. പക്ഷേ പുറമേ കാണുന്നത് സ്വർണ്ണപാനപാത്രമാണ്. അപ്പോൾ ലോകത്തിന് തോന്നും ഏറ്റവും മികച്ചത് ഈ കൂട്ടർ തന്നെയാണ്. പുറമേ അതേ കാണുന്നുള്ളൂ, അകത്തെന്താ നിറച്ചിരിക്കുന്നത് ആൾക്കാർക്ക് അറിയില്ല. പിന്നെ സത്യം തിരിച്ചറിഞ്ഞ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്തോ ഒരു ഭയങ്കരമായ അടിമത്തത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് കത്തോലിക്കിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നവർ തിരിഞ്ഞു നിന്ന് നോക്കി പറയുവാനിടയായിട്ട്
ഇടയായ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ എത്രയോ കേട്ടിട്ടുണ്ട്, എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. എത്രയോ ഭയങ്കരമായ അടിമത്തത്തിന് കീഴിലായിരുന്നു. ആ പാരമ്പര്യത്തിൻ്റെ ഭയങ്കരം എത്രയോ വലിയതായിരുന്നു എന്ന് വിശ്വാസത്തിലേക്ക് വന്ന എത്രയോ ദൈവമക്കളുടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി വേറെ ഒന്ന്, 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച സ്ത്രീ മത്തയായിരിക്കുന്നു. ഇപ്പോൾ സ്ത്രീ മത്തയായിരിക്കുന്നത് എങ്ങനെയാണ്? ഈ മാർമിക ബാബിലോൺ ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യത്തക്കവണ്ണമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുവാൻ. ഏതാണ് ഈ വ്യവസ്ഥിതി? യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും വിശുദ്ധന്മാരുടെ രക്തവും കുടിച്ചത് റോമാ മതമാണ്. കുടിച്ചു. അത്രമാത്രം വിശുദ്ധന്മാർ കൊല്ലപ്പെട്ടു. ഈ റോമാ മതത്തിനെതിരെ സത്യം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചവരൊക്കെ കൊല്ലപ്പെട്ടു. മാർട്ടിൻ ലൂതറിനെ കൊല്ലുവാൻ എല്ലാ വഴികളും നോക്കി അവസാനം ആ വ്യക്തിയെ കൊന്നു. മാത്രമല്ല, അടക്കിയ സ്ഥലത്ത് നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ പാപ്പമതം എന്ത് ചെയ്തെന്നറിയാവോ? ആ മനുഷ്യൻ്റെ അടക്കിയെടുത്ത് നിന്ന് ശവക്കുഴി തോണ്ടി ആ അസ്ഥികൾ എടുത്ത് അശുദ്ധമാക്കാൻ സകല ശ്രമവും നടത്തി. മാർട്ടിൻ ലൂതറിനെ എങ്ങനെയാണ് അവർ വേട്ടയാടി എന്നുള്ളത് ചരിത്രത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ എത്രയോ വിശുദ്ധന്മാരുടെ രക്തമാണ് പാപ്പാ മതം കുടിച്ചു തീർത്തത്. എന്നിട്ട് മത്തയായിട്ടിരിക്കുക. ഇതിനൊക്കെ കണക്ക് ദൈവം 1 by 1 ചോദിക്കാൻ പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. അതിൻ്റെ ഭയങ്കരമായ നിലയിലാണ് സ്വർഗം ഇതിനെ കണക്ക് ചോദിക്കാതിരിക്കുമോ? നിശ്ചയമായിട്ടും ചോദിക്കും. യേശുവിൻ്റെ സാക്ഷികളുടെ രക്തം കുടിച്ചും വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചും അവൾ മത്തയായിരിക്കുക. വേറെ ഒരു വ്യവസ്ഥയുമില്ല. ഞാൻ പറയുന്നത്, ഇപ്പോൾ ആദിവാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ കാട്ടുജാതികളുടെ ഇടയിൽ കർത്താവിൻ്റെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ പോയ, അല്ലേ, നമുക്കറിയാം സൗത്ത് അമേരിക്കയിലൊക്കെ പോയ ഒരു 5 സഹോദരന്മാർ പോയി അവരെ കൊന്നുകളഞ്ഞല്ലോ. കാട്ടുജാതികൾ, നരഭോജികൾ. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അത് കഴിഞ്ഞ് അവരിൽ നിന്ന് ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അവര് അറിയായ്മ കൊണ്ട് ചെയ്തതാ, അല്ലേ? അറിയായ്മ കൊണ്ട് അവര് എന്തു ചെയ്തു? അവര് ആ ഭക്തന്മാരെ അല്ലെങ്കിൽ ആ സുവിശേഷം അറിയിക്കാൻ പോയവരെ കൊന്നത് അവരറിയായ്മ കൊണ്ട് ചെയ്തതാണ്. പക്ഷെ ഇതല്ല. ഇവിടുത്തെ അശുദ്ധിയും മ്ലേച്ഛതയും കൃത്യമായിട്ടും വ്യാഖ്യാനിച്ചു. വിശുദ്ധ സഭ, ദൈവസഭ എങ്ങനെയായിരിക്കണം, ഇത് അശുദ്ധമാണ്, ഇത് ദുരുപദേശമാണ് എന്ന് കൃത്യമായിട്ടും അത് വേർതിരിക്കപ്പെടുമ്പോൾ പാപ്പാ മതത്തിന് സഹിക്കുവാൻ കഴിയുന്നില്ല. കാരണം അതിനെ നിയന്ത്രിക്കുന്നത് ദുഷ്ടനാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചു എന്ന് പറയുന്നത്. മറ്റേത് നമ്മളിപ്പോൾ ബീഹാറിലോ അല്ലെങ്കിൽ ഒറീസയിലോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിച്ചു സുവിശേഷ വിരോധികളാൽ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചോ? അവരൊന്നും ഈ കൂട്ടത്തിൽ വരുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടുക. അവരുടെ മതത്തിൻ്റെ ആ ബലത്തിൽ ചെയ്യുന്നതാണ്. സത്യത്തോട് അവിടെയും ദുഷ്ടൻ തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ കുടിച്ചു എന്ന് പറയുന്നതിൻ്റെ പ്രയോഗം തന്നെ മനസ്സിലാക്കിക്കേ. വിശുദ്ധന്മാരെ രക്തം കുടിച്ച സ്ത്രീ, യേശുവിൻ്റെ സാക്ഷികളുടെ രക്തം കുടിച്ച സ്ത്രീ, ഇതിനെ നിയന്ത്രിക്കുന്ന ആ ദുഷ്ട ഭരണകൂടം കംപ്ലീറ്റ്ലി വിശുദ്ധന്മാരെ, വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുവാൻ പിൽക്കാലത്ത് ഈ റോമാ മതം അതിൻ്റെ സകല ശ്രമവും നടത്തി. ഞാൻ വായിച്ചറിഞ്ഞ ഓൾമോസ്റ്റ് 6 കോടി വിശുദ്ധന്മാരാണ് ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത് റോമാ മതത്താൽ. പണ്ട്, ഇപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും റോമാ മതം ചെയ്യുന്നില്ല. എന്നാൽ അത് ഉത്ഭവിച്ച ആ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് 6 കോടി വിശുദ്ധന്മാർ രക്തസാക്ഷികളായി തീർന്നു എന്ന് വായിച്ചറിയുവാനായിട്ട് എസെക്കിയേൽ സാറിൻ്റെ പുസ്തകത്തിൽ താൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വായിച്ചറിഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചു, യേശുവിൻ്റെ സാക്ഷികളുടെ രക്തം കുടിച്ച സ്ത്രീ. അപ്പോൾ ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ മഹാവേശ്യ മർമ്മം, മഹദിയാം ബാബിലോൺ എന്ന തിരുവെഴുത്ത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കൊടുത്ത ആ സ്ത്രീ ആരെയാണ് വിരൽ ചൂണ്ടുന്നത്? ഏകദേശം നമുക്ക് ക്ലിയറായി. അത് അഖില ലോക ക്രൈസ്തവ സഭയെ, ആ അഖില ലോക ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷനായി പാപ്പ വരികയും ഭാവിയിൽ അതൊരു വൻ ശക്തിയായി മാറുകയും ആ വൻശക്തിയുടെ ബലത്തിലാണ് ആദ്യത്തെ 3.5 കൊല്ലം വേൾഡ് ചാൻസലർ ഭൂമിയെ പീഡനകാലത്ത് ഭരിക്കാൻ പോകുന്നതും ആ
സ്വാധീനത്തിൽ നിൽക്കുന്ന ഈ മൃഗത്തിലേക്ക് പിശാച് വന്ന് പീഡനകാലത്തിന്റെ മധ്യത്തിൽ കയറുന്നതോടുകൂടി പിശാച് അതിൻ്റെ മേലുള്ള നിയന്ത്രണം ഒട്ടും സഹിക്കാത്തതുകൊണ്ട് ഈ മൃഗവും ഭൂരാജാക്കന്മാർ അല്ലെങ്കിൽ 10 രാജാക്കന്മാരും ചേർന്ന് ഇവിടെ നാമാവശേഷമാക്കും. പിന്നെ റോമൻ കത്തോലിക്ക മതം ഭൂമിയിൽ ഉണ്ടാവില്ല. കംപ്ലീറ്റ് ഇവരുടെ പള്ളികള് എതിർ ക്രിസ്തുവിന്റെ ആന്റി ക്രൈസ്റ്റിന്റെ ചർച്ചകളായിട്ട് പ്രഖ്യാപിക്കപ്പെടും. അവന്റെ സംസാരിക്കുന്ന ബിംബം അവിടെ സ്ഥാപിക്കും. അതിനെല്ലാം ജീവൻ കൊടുക്കാൻ, ആത്മാവിനെ കൊടുക്കാൻ കള്ളപ്രവാചകൻ എഴുന്നേൽക്കും. അപ്പൊ ഈ കള്ളപ്രവാചകനായിട്ട് എഴുന്നേൽക്കുന്ന വ്യക്തി ഏതാ? എല്ലാ അഖില ലോക മതസംഘടനയുടെ നേതാവായിരിക്കും. മറ്റേത് അഖില ലോക ക്രൈസ്തവ സഭയുടെ നേതൃത്വമാണ് പാപ്പ. ആ പാപ്പാധിപത്യം മിഡ് ട്രിബുലേഷനിൽ തീർക്കും. എന്നിട്ട് അഖില ലോക മതസംഘടനയുടെ നേതാവായിരിക്കും ആരായിട്ട് വരുന്നത്? കള്ളപ്രവാചകനായിട്ട് വരുന്നത്. കാരണം എല്ലാ മന്ദിരങ്ങളിലും, എല്ലാ അമ്പലങ്ങളും, എല്ലാ ക്ഷേത്രങ്ങളും, എല്ലാ പള്ളികളിലും ഒരൊറ്റ ബിംബം. അത് ആരുടെയാണ്? ആന്റിക്രൈസ്റ്റ്. ഈ മൃഗത്തിന്റെ ബിംബം വെച്ച് നമസ്കരിക്കുവാനാണ് കംപ്ലീറ്റ് ലോകം ഇവന്റെ കീഴിലേക്ക് വരും. ഇവനെ നമസ്കരിക്കുവാൻ നിർബന്ധിതരാകും. 666 ഏൽക്കണം, ബിംബത്തെ നമസ്കരിക്കണം, ബിംബത്തിന്റെ മുദ്ര ഏൽക്കണം. 666 ബിംബത്തെ നമസ്കരിക്കണം, മൃഗത്തെ നമസ്കരിക്കണം. ഈ 3 വ്യവസ്ഥകൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷനിൽ നടപ്പാക്കണമെങ്കിൽ ഇവൻ ഈ മാർമിക ബാബിലോണിനെ വെട്ടിക്കളയും. അതാണ് 3.5 കൊല്ലം. ആ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷൻ പീരീഡ് കഴിയുമ്പോൾ ഇവൾ ഈ മൃഗത്തിന്മേൽ നിയന്ത്രണം നടത്താൻ ശ്രമിക്കുമ്പോൾ ഇതൊട്ടും പിശാച് സഹിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ മൃഗവും ഭൂരാജാക്കന്മാർ മൃഗവും 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുന്നു. ആ പട്ടണം, റോമ നഗരം കംപ്ലീറ്റ്ലി നശിപ്പിക്കും. പിന്നെ ലോകത്ത് കാണുവാൻ കഴിയാതെ വണ്ണം അതിനെ തീ കൊണ്ട് ദഹിപ്പിച്ച് കളയും. അപ്പോൾ അതിൻ്റെ ന്യായവിധി നടത്തുന്നത് ഈ മൃഗവും ഈ 10 കൊമ്പുകളും ചേർന്ന്. അപ്പോൾ ക്ലിയർ ആയിരിക്കണം. നമുക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ മാർമിക ബാബിലോൺ എന്താണ്? ഏത് വ്യവസ്ഥയെ കാണിക്കുന്നു? മിസ്റ്ററിക്കൽ ബാബിലോൺ ഏത് വ്യവസ്ഥയാണ് കാണിക്കുന്നതെന്ന് ഏകദേശം ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി. അതെന്ന് വരെ ഉണ്ടാകും? സെക്കൻഡ് ഹാഫിലേക്ക് പ്രവേശിക്കും. പക്ഷേ അതിനെ നാമാവശേഷമാക്കും. അതിൻ്റെ കംപ്ലീറ്റ് ധനവും സമ്പത്തും മൃഗത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരപ്പെടും. അതുകൊണ്ട് അതിൻ്റെ മാംസം തിന്നുകളയും. അതിനുള്ളതെല്ലാം ഇത് മൃഗത്തിൻ്റെ ഭണ്ഡാരത്തിലുണ്ട്. അതിൻ്റെ പള്ളികളെല്ലാം മൃഗത്തിൻ്റെ പള്ളികളായിട്ട് മാറും. ഇവൻ്റെ സംസാരിക്കുന്ന ബിംബം കൊണ്ടുവന്ന് അതിനെ ആരാധിച്ചോളാൻ പറയും. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ദൈവം, വേറെ ആരുമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾക്ക് എന്നെ വേണ്ട. പക്ഷെ മറ്റൊരുത്തൻ ഏത് നാമത്തിൽ വരും? സ്വന്തം നാമത്തിൽ വരും. അവനെ നിങ്ങൾ കൈനീട്ടി സ്വീകരിക്കും. അന്ന് നിങ്ങൾ തിരിച്ചറിയും വാസ്തവത്തിൽ ഞാൻ ആരാണെന്ന്. ആ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ നീ കുത്തിയവെങ്കിലേക്ക് നോക്കും, യേശുവേ മശിഹായ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം വിളിക്കുവാനായിട്ട് പോകുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ മാർമിക ബാബിലോൺ എന്ന ആ ഒരുക്കത്തിന്റെ ഒരു ഭാഗമാകുന്ന ആ പോയിന്റ് നമ്മൾ തീർക്കുക. അടുത്ത് 10 കൊമ്പുകൾ എന്ന പോയിന്റിലേക്ക് കയറുക. അപ്പോൾ ഈ 17-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒന്ന് മാർമിക ബാബിലോൺ, രണ്ടാമത് 10 കൊമ്പുകൾ. ഈ 10 കൊമ്പുകൾ എന്തിനെ കാണിക്കുന്നു? പിന്നെ ഈ 10 കൊമ്പുകളുള്ള 7 തലയുള്ള മൃഗം, ഘോരമൃഗം. ആ മൃഗം എന്തിനാ? അപ്പോൾ 3 ടോപ്പിക്കാണ്. ഒന്ന് മാർമിക ബാബിലോൺ, രണ്ടാമത് 10 കൊമ്പുകൾ, 7 തലയുള്ള ഘോരമൃഗം, അത് 3-ാമത്തെ ടോപ്പിക്. അപ്പോൾ ആ ഭൂരാജാക്കന്മാർ, 10 രാജാക്കന്മാർ എന്താണ് ഇതിനെ കാണിക്കുന്നത്? നമുക്ക് ആ പോയിന്റ് ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് എത്രയായി? സമയം ഏകദേശം തീർന്നല്ലോ. ഈ 17-ാം അധ്യായം 12-ാം വാക്യത്തിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് അങ്ങ് നിർത്താം. 17-ാം അധ്യായം 12-ാം വാക്യത്തിൽ നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ കണ്ടോ? അപ്പോൾ യോഹന്നാനോട് ഈ ദർശനം കാണിച്ചു കൊടുത്ത ദൂതൻ പറയുകയാണ്, നീ കണ്ട 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണ്. ഈ 10 രാജാക്കന്മാരെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ട സമ്മിശ്ര ലോഹ ബിംബത്തിന്റെ കാൽപാദത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം. ആ ബിംബത്തിന്റെ കാൽപാദത്തിൽ വരുമ്പോൾ എത്ര വിരല? 10 വിരല. ആ കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണുമായിരുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ട് ബിംബത്തിന്റെ 10 കാൽവിരലുകൾ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. അത് കഴിഞ്ഞിട്ട് ദാനിയേൽ 2:44 നമ്മൾ വായിക്കുന്നത്,
ഈ രാജാക്കന്മാരുടെ കാലത്ത്. അപ്പൊ ആ 10 വിരലിനെ എന്തായി? രാജാക്കന്മാർ എന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുക. അപ്പൊ ദാനിയേൽ കൊടുക്കുന്ന വ്യാഖ്യാനത്തിൽ ഈ 10 വിരലുകൾ ഇരുമ്പും കളിമണ്ണും ചേർന്നാണ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുത്തിട്ട് തുടർന്ന് പറയുകയാണ് 2:44 ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. അപ്പോൾ ഈ രാജാക്കന്മാർ ഈ 10 കാൽവിരലുകളെ ദാനിയേലും എന്തായിട്ടാണ് പറയുന്നത്? 10 രാജാക്കന്മാർ എന്നാണ് പറയുന്നത്. ഇനി ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 24 അവിടെയും ഒരു മൃഗത്തിന് 10 കൊമ്പുകളുണ്ട്. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അപ്പോൾ 10 രാജാക്കന്മാർ. നമ്മൾ ലോകത്ത് ഒത്തിരി സംഘടനകളുണ്ട് അല്ലേ? G8 ഉച്ചകോടി അല്ലേ? G8 ഉച്ചകോടി, പിന്നെ അറബ് രാജ്യങ്ങളുടെ സംഘടനയുണ്ട്, പിന്നെ അങ്ങനെ പല സംഘടനകളുണ്ട്. അതത് ആവശ്യം വരുമ്പോൾ അതത് രാജ്യങ്ങൾ കുറച്ച് രാജ്യങ്ങൾ കൂടി ഇല്ലേ, കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല സംഘടനകളും ഭൂമിയിലുണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾ ആ സംഘടനകളിലെ ആൾക്കാർ എന്ന് പറയുന്നത് കൊണ്ട് ഇതൊന്നും വാസ്തവത്തിൽ ഈ പറയുന്ന 10 രാജാക്കന്മാരല്ല. ഇത് തെളിയണമെങ്കിൽ എന്നെ തെളിയൂ. ഈ 10 രാജാക്കന്മാർ ആരാണെന്ന് നമുക്കറിയാം അല്ലേ? യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ അല്ലേ, ബ്രെക്സിറ്റ് വഴി ബ്രിട്ടൻ ഔട്ടായി. നിപു ബ്രദറിനൊക്കെ അറിയാമല്ലോ, ബ്രെക്സിറ്റ് വഴി ബ്രിട്ടൻ ഔട്ടായി. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ സ്ഥാപിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ ചില പ്രവചന ശുശ്രൂഷകൾ ചെയ്യുന്ന സഹോദരന്മാർ എന്തു പറഞ്ഞു? ദശരാഷ്ട്ര സംഘടന. അന്ന് യൂറോപ്യൻ യൂണിയനിൽ 8-9 ആദ്യം ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഇന്ന് രണ്ട് രാജ്യങ്ങളോട് ചേർന്നാൽ ദശരാഷ്ട്ര സംഘടനയായി, മിക്കവാറും 10 രാജ്യങ്ങളുടെ സംഘടനയായി എന്നൊക്കെ പറഞ്ഞൊരു വ്യാഖ്യാനമൊക്കെ ആണ് നടന്നത്. പിന്നെ അത് കൂടി 14 15 18 20 ആയി 22 രാജ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ആ വ്യാഖ്യാനമൊക്കെ സ്റ്റോപ്പായി. നമ്മൾ എന്താ മനസ്സിലായി? നമുക്ക് ദൈവസഭ, സത്യസഭ ഭൂമിയിലുള്ളപ്പോൾ ഈ 10 രാജാക്കന്മാരോ ഈ 10 രാജ്യങ്ങളുടെ സംഘടന ഏതാണെന്നോ തെളിയില്ല. കാരണം അത് തിരിച്ചറിയുവാൻ നമ്മളല്ലേ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നമ്മളത് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കും. അത് കർത്താവിനും അറിയാം. അതുകൊണ്ട് ദൈവസഭ എടുക്കപ്പെടാതെ ഇത് തെളിഞ്ഞു വരില്ല. എന്നാൽ ഈ 10 രാജാക്കന്മാർ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്, ഏത് ടൈപ്പാണെന്നുള്ളതിൻ്റെ സൂചനകൾ തിരുവെഴുത്ത് നൽകുന്നുണ്ട്. ഈ 10 കൊമ്പുകൾ എന്തിനെ കാണിക്കുന്നു? അപ്പോൾ നമുക്ക് ആ സൂചനകൾ ശ്രദ്ധിക്കാം. പക്ഷേ രാജ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയില്ല. എന്നാൽ ഈ 10 രാജാക്കന്മാരിലും എന്തുണ്ട്? ഇരുമ്പിൻ്റെ അംശമുണ്ട് അല്ലേ? ഇരുമ്പും കളിമണ്ണുമാണ്. അപ്പോൾ ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇത് ചേരൂല. അത് അതിൻ്റെ ഇല്ലേ? ഇപ്പം നമ്മളൊക്കെ ഈ ബ്രിട്ടനിൽ തന്നെ ഇപ്പോൾ ഒരു കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ കയറിയപ്പോൾ എത്ര പ്രധാനമന്ത്രിമാരായി? കൊറോണ ടൈമിലുണ്ടായിരുന്ന പാർട്ടിയുടെ പേരെന്താ? പുള്ളിയുടെ പേരെന്താ? ജോൺസൺ അല്ലേ? ബോറിസ് ജോൺസൺ അല്ലേ? പിന്നെ തെരേസ മേ കഴിഞ്ഞ് ബോറിസ് ജോൺസൺ, പിന്നെ ഇപ്പോൾ നാളെ ലിസ്ട്രസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നു. അത് കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഋഷി സുനക് വന്നു. ഇത് ഒരു സ്ഥിരതയില്ല. ആ പാർട്ടിയിൽ തന്നെ അവർക്ക് സ്ഥിരത വരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഗൗരവം പിടികിട്ടുന്നുണ്ടോ? ഇത് കളിമണ്ണും ഇരുമ്പും ചേരാതിരിക്കും. അറ്റ് ദ സെയിം ടൈം അത് ഒരു കട്ടയായിട്ട് നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ഇതതിൻ്റെ ആ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മിക്കവാറും ഈ ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യങ്ങളായിരിക്കും. നമുക്ക് ഏകദേശം ക്ലിയർ അല്ലേ? ഇപ്പം നമ്മളൊരു ഒമാൻ രാജാവ് മരിച്ചപ്പോഴടുത്ത ആളല്ലേ, ആള് മരിക്കുന്നത് വരെ പുള്ളി അവിടുത്തെ രാജാവ്. ഇനി അടുത്ത ആൾ വന്നു, ഇനി ആ ആൾ മരിക്കുന്നവരെ അവിടുത്തെ രാജാവാണ്. അപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെയുള്ള അവിടെ ഒരു രാജ്യത്വ ഭരണമുണ്ട്. ഒരു ജനാധിപത്യ വ്യവസ്ഥ വളരെ റെയറാണ്. ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മേലൊരു രാജാവുണ്ട് അല്ലേ? കുവൈറ്റിൽ ജനാധിപത്യ വ്യവസ്ഥയുണ്ട്, പക്ഷെ ഭരിക്കുന്നത് മെയിൻ പോയിന്റ് ആരാണ്? രാജാവാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം പറ്റി. അപ്പോൾ ഈ ജനാധിപത്യം വാസ്തവത്തിൽ ഈ റോമാ മതം അല്ലെങ്കിൽ റോമൻ ഇരുമ്പയിര് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശമുള്ള ഈ രാജ്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇവരുടെ ജനാധിപത്യ വ്യവസ്ഥയാണ്. ആ ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രശ്നം എന്താ? പ്രശ്നം ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭരിക്കാൻ പറ്റൂ. നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യം പറയണ്ട. ഇവിടെ ഇപ്പോൾ എന്നാ ദുഷ്ടത മേളിലിരിക്കുന്ന ആൾ ചെയ്താലും വിപ്പ് കൊടുത്താൽ വോട്ട് പുള്ളിക്ക് തന്നെ കൊടുത്തേ പറ്റൂ ഇല്ലേ?
പക്ഷേ ഈ കൺസർവേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മനസാക്ഷിക്ക് ഒത്തവണ്ണം വോട്ട് ചെയ്യാം. വിപ്പ് ആവശ്യം, അങ്ങനെ വിപ്പ് കൊടുക്കില്ല. കാരണം എന്താ പറയുക, ഇത് അനീതിയാണെന്ന് ജനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ അനീതിയാണെന്ന് പറയാൻ അവരുടെ ജനപ്രതിനിധി തയ്യാറായാൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് കെട്ടിയാ നീ ജയിച്ചത്, നീ വോട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ആ പോയിന്റ് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക, ആ വിവേചന ശക്തി ഉപയോഗിച്ച് അവർക്കൊരു തീരുമാനം എടുക്കാം. ഇവിടെ അത് പറ്റുമോ? ഇവിടെ വിപ്പ് കൊടുത്താൽ വിപ്പ് അവൻ എന്നാ ദുഷ്ടത ചെയ്താലും വോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് ആ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഒരു 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 ഉറപ്പില്ലായ്മ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ ഒരു ഉറപ്പില്ലായ്മ ഓരോ ഗവൺമെന്റും ഉണ്ട്. ഇനി ഈ 10 സംഘടനകൾ, ഈ 10 രാജ്യങ്ങൾ ചേരുന്ന സംഘടനയിലും എന്തുണ്ട്? ഈ ഉറപ്പില്ലായ്മയുണ്ട്. പക്ഷേ ആ 10 രാജ്യങ്ങളുടെയും പ്രശ്നം അതാണ്. അപ്പം നമ്മൾ ആ ക്ലാരിറ്റി നമുക്ക് അടുത്ത ദിവസത്തെ പഠനത്തിൽ ശ്രദ്ധിക്കാം. അതെന്താണ് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ മാർമിക ബാബിലോൺ എന്ന് തിരുവെഴുത്ത് പറഞ്ഞതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ മഹാവേശ്യ ഏത് വ്യവസ്ഥയെ കാണിക്കുന്നു? ആ വ്യവസ്ഥയുടെ വിവിധ നിലവാരം അല്ലെങ്കിൽ വിവിധ നിലയും അവളുടെ ഇരിപ്പും അവളുടെ വസ്ത്രധാരണവും അവളുടെ പുറമെയുള്ള പൊൻപാത്രം അതിൻ്റെ അകത്ത് വച്ചിരിക്കുന്ന ദുഷ്ടതയും മ്ലേച്ഛതയും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഇത് ഏത് വ്യവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും ക്ലിയറായി. അപ്പോൾ പാപ്പ മതം ആണ് മാർമിക ബാബിലോൺ എന്ന ക്ലാരിറ്റിയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ ആ 10 കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ 10 രാജാക്കന്മാർ, ആ 10 രാജാക്കന്മാർ ആ ദശരാഷ്ട്ര സംഘടനയായിട്ട് തന്നെ ഉയർന്നു വരും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്ക് അടുത്ത ആഴ്ച ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്ക് ആ 7 തലയുള്ള ഘോരമൃഗം അല്ലെങ്കിൽ ആ വേൾഡ് ചാൻസലറായിട്ട് എഴുന്നേൽക്കുന്ന വ്യക്തിയെ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 17-ാം അധ്യായത്തിലെ ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് ഈ ഭൂമിയിലെ ഒരുക്കങ്ങളിലെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണെന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഇവിടെ മ്ലേച്ഛതയും ദുഷ്ടതയും ഉള്ള ആ സ്വർണ്ണ പാനപാത്രത്തിൽ എന്താണ്? പുറമേ നോക്കുമ്പോൾ സ്വർണ്ണം മോടിയുണ്ട്, പക്ഷെ അകത്ത് മ്ലേച്ഛതയും ദുഷ്ടതയുമാണ്. അത് നമ്മളെ തിരിച്ചറിയുമ്പോൾ സ്വർഗം അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് കാണിച്ച കരുണയെ ഓർക്കുവാൻ, നമ്മെ രക്ഷിച്ച ആ രക്ഷയുടെ മഹത്വം ഓർക്കുവാൻ, നമ്മളെ വിശുദ്ധീകരിച്ച ആ പുണ്യാഹ രക്തത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥനായ നമ്മുടെ കർത്താവിനെ ഓർത്ത് നന്ദി പറയുവാൻ, നമ്മുടെ ആത്മമണവാളൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ടായുസ് ജീവിക്കുവാൻ, അവനോട് നന്ദിയുള്ളവരായും അവനെ ബഹുമാനിക്കുന്നവരും മഹത്വപ്പെടുത്തുന്നവരുമായിട്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ വചനത്തിലെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതോടൊപ്പം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന അവിടുത്തെ നാമത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രിച്ചു. ഇന്ന് രാത്രിയിലും അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഭാവിയിൽ ചെയ്യുവാൻ പോകുന്ന, ഭാവിയിൽ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ആ ഭയങ്കരമായ കാലഘട്ടത്തിൻ്റെ ആരംഭം എങ്ങനെ കുറിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭത്തിലേക്ക് ലോകം എങ്ങനെ എത്തുന്നു എന്നുള്ള വസ്തുത ഞങ്ങൾ തിരിച്ചറിയുവാനായിട്ട് തിരുവെഴുത്തിലൂടെ ശ്രമിക്കുകയായിരുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ ആത്മാവിൻ്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങ് കരുണ കാണിച്ച് ഞങ്ങളെ നിലനിർത്തുന്നു, ഞങ്ങളെ സഹായിക്കുന്നു. അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.